sir. Yes, sir. വീഡിയോ ക്ലിയർ ആണോ? Yes, clear. Yes, sir. Yes, sir. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് ഡോക്ടർ അബ്രാം എന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഞാൻ എഴുതുന്നതൊക്കെ കറക്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. നോക്കിക്കോളൂ. Yes, correct. കറക്റ്റ് ആയിട്ടല്ലേ വരുന്നത്? Yes. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ആന്റിബയോട്ടിക്സ് ആന്റി മൈക്രോബിയൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. നമ്മളിപ്പോ ക്ലിനിക്കൽ പ്രാക്ടീസിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ആന്റി മൈക്രോബിയൽസ് അല്ലെ, ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആന്റിബയോട്ടിക്സിനെ പറ്റി. ആന്റിബയോട്ടിക്സ് നമ്മുടെ മാൻകൈൻഡ് കണ്ടുപിടിച്ച ഒരു പക്ഷേ ഏറ്റവും നല്ലൊരു ഏറ്റവും വലിയൊരു ഡിസ്കവറി തന്നെയായിരിക്കും ഈ ആന്റി മൈക്രോബിയൽസ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെ 1900s മുന്നേ ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് ട്രീറ്റ് ചെയ്യാൻ പറ്റാറില്ല. കുറെ ആൾക്കാർ, ഇപ്പൊ നമ്മുടെ വാറിലാണെങ്കിൽ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. ചെറിയ ഇൻഫെക്ഷൻ കാരണം വരെ ആൾക്കാർ മരിച്ചു വരും. അപ്പൊ അന്ന് കാലത്ത് തൊട്ടേ 1950s ശേഷമാണ് ശരിക്കും ആന്റിബയോട്ടിക് വന്നു തുടങ്ങിയത്. ഇപ്പൊ ഫസ്റ്റ് ആന്റിബയോട്ടിക് നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? നമ്മുടെ പെനിസിലിനാണ് കണ്ടുപിടിച്ചത് അല്ലെ. പെനിസിലിൻ കണ്ടുപിടിച്ചത് ആരാന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റും പെനിസിലിൻ കണ്ടുപിടിച്ചത്? Alexander Fleming. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് കണ്ടുപിടിച്ചത്. ആളൊരു ആക്സിഡന്റലി കണ്ടുപിടിച്ചത്. ആള് ബാക്ടീരിയയുടെ മേലെ ഇങ്ങനെ പെട്രി ഡിഷിന് ഇങ്ങനെ ബാക്ടീരിയനെ കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആളൊരു ദിവസം വെക്കേഷന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ ബാക്ടീരിയ ഒരു ഫംഗൽ മോൾഡ്, ഫംഗസ് ഇവിടെ വളരുന്നതായി കണ്ടു. പക്ഷെ ഈ ഫംഗസ് വളരുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ബാക്ടീരിയക്ക് വളരാൻ പറ്റില്ല. പക്ഷെ അകലുള്ളതിനൊക്കെ ബാക്ടീരിയക്ക് നന്നായി വളരാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആക്സിഡന്റൽ ഡിസ്കവറി കൂടെയാണ് പിന്നെയാണ് മനസ്സിലായത് പെനിസിലിൻ എന്ന് പറഞ്ഞൊരു ഫംഗസ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊന്നും ആലോചിക്കുക, സൈനസൈറ്റിസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ മാറുന്നില്ലെങ്കിൽ അത് പിന്നെ ബ്രെയിനിലേക്ക് ഇൻഫെക്ഷൻ വരും. അതേമാതിരി തന്നെ ചെറിയൊരു വൂണ്ട്, ഇപ്പൊ വാറിന്റെ ഇടയിലൊക്കെ വൂണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വൂണ്ട് നേരെ ബ്ലഡിൽ കയറുന്നത് നമുക്കറിയാം സെപ്റ്റിസീമിയ ആവുന്നു. സെപ്റ്റിസീമിയ ആണെങ്കിൽ പിന്നെ ഓർഗൻ ഫെയിലിയറിലേക്ക്. അങ്ങനെയാണ് നമ്മൾ ഈ ബാക്ടീരിയ ഒക്കെ ഹ്യൂമൻ ബീൻസിനുള്ളിൽ കോളനൈസ് ചെയ്തിട്ട് ഡെത്ത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ കണ്ടുപിടിച്ച ഈ മൈക്രോബ്സിനെതിരെ കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു വെപ്പണാണ് ഈ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് കാലത്ത് നോക്കുവാണെങ്കിൽ ആൾക്കാർ ചെറിയ ഇൻഫെക്ഷൻ വന്നാലും മരിച്ചു പോകാറുണ്ടായിരുന്നു. അതായത് അത് കോംപ്ലിക്കേറ്റഡ് ആയി മരിച്ചു പോകായിരുന്നു. പക്ഷെ നമ്മളിപ്പോ നിൽക്കുന്നത് 2025 അപ്പൊ നമ്മളിപ്പോ തന്നെ ഫേസ് ചെയ്ത് വരുന്നത് വെച്ചാൽ പുതിയൊരു ആന്റിബയോട്ടിക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ന്യൂ ആന്റിബയോട്ടിക്സ് വളരെ കുറച്ചാണ് വരുന്നത് അല്ലെ. ന്യൂ ആന്റിബയോട്ടിക്സ് വളരെ കുറച്ചാണ് വരുന്നത്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ഒരു ബാക്ടീരിയ എന്ന് പറയുന്ന സാധനം ഒരു ആന്റിബയോട്ടിക്കിന് എതിരെ റെസിസ്റ്റൻസ് പെട്ടെന്ന് വന്നു തുടങ്ങി. അതായത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വന്നു തുടങ്ങി അല്ലെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒന്നും ആലോചിക്കും. ഒരു മനുഷ്യന്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70 to 100 years ആയിരിക്കും. ഒരു മനുഷ്യൻ ഒരു അടുത്ത ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്ക് ഒരു 100 വർഷത്തിന്റെ അടുത്ത് ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോ ഈ മൗണ്ടൻസിന്റെ മേലെ താമസിക്കുന്ന ആൾക്കാർക്ക് RBC കൗണ്ട് കൂടുതലല്ലേ? അവരുടെ റെസ്പിറേറ്ററി കപ്പാസിറ്റി കൂടുതലല്ലേ? ഇതൊരു എവല്യൂഷൻ കാരണം മൗണ്ടന്റെ മേലെ താമസിക്കുന്ന ആൾക്കാർക്ക് പതുക്കെ ആയിട്ട് ഇങ്ങനെ RBC കൂടുതലുള്ള കപ്പാസിറ്റി, റെസ്പിറേറ്ററി കപ്പാസിറ്റിയും കിട്ടി. ഇതിന് കാരണം എന്താണ്? എവല്യൂഷൻ അല്ലെ. എവല്യൂഷൻ, പരിണാമമാണ് ഇതിനൊരു കാരണം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യന്മാര് ലക്ഷങ്ങൾ, അതായത് 1000-ഓളം വർഷം എടുത്തിട്ടാണ് മനുഷ്യന്മാർക്ക് ഇങ്ങനൊരു എവല്യൂഷൻ വന്നത്. അതായത് ഇപ്പോ ഒരാൾക്കൊരു ഒരു അഡാപ്ഷന് വേണ്ടിയിട്ട് ഒരാൾക്കൊരു നല്ലൊരു ചേഞ്ച് കിട്ടി. അതായത് ഈ ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഇയാളൊരു മൗണ്ടന്റെ മേലേക്ക് താമസിക്കാൻ പോകും. അപ്പൊ ഇയാളുടെ ജനറേഷനിൽ ചിലപ്പോൾ ഇയാൾ സർവൈവ് ചെയ്യും, ഇതിന്റെ മേലെ സർവൈവ് ചെയ്യും. ഈ സർവൈവ് ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട് ഈ മൗണ്ടന്റെ മേലെ താമസിക്കാനായിട്ട്. അപ്പൊ അത് ഇയാളുടെ കുട്ടികളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ ആ കുട്ടികൾക്കും ആ കഴിവ് കിട്ടും. അതാണല്ലോ നമുക്ക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അഡാപ്റ്റേഷൻ വരുന്നു, എവല്യൂഷൻ വരുന്നു.
അതുകൊണ്ടാണ് അങ്ങനെ ഇവോൾവ് ചെയ്ത ആൾക്കാർ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അതിനെയാണ് നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലേ? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എല്ലാവരും പഠിച്ചിട്ടുണ്ട് ബയോളജിയിൽ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പൊ ഒരു മനുഷ്യന് ഒരു എവല്യൂഷൻ സംഭവിക്കണമെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് എടുത്തു എവല്യൂഷൻ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ. പക്ഷെ ഒന്ന് ആലോചിച്ച്, ഒരു ബാക്ടീരിയ, കുഞ്ഞതായിട്ടുള്ളൊരു ബാക്ടീരിയ എക്സ്പോണൻഷ്യലി ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഡബിളായി, അടുത്ത 20 ആകുമ്പോഴേക്കും പിന്നെയും ഡബിളായി. അപ്പൊ അങ്ങനെ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് ക്രോർസ് ആൻഡ് ക്രോർസ് ലെവലിലേക്ക് എത്തിക്കുന്നു. ബില്യൺസ് ഓഫ് യൂണിറ്റ്സ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു ദിവസം കൊണ്ട് ബാക്ടീരിയ ബില്യൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇപ്പൊ ഈ ഒരു ബാക്ടീരിയ എടുക്കാന്ന് വിചാരിക്കും. ഈ ഒരു ബാക്ടീരിയക്ക് നമ്മളൊരു ആന്റിബയോട്ടിക് കൊടുക്കും. ഒരു ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഈ ഒരു ബാക്ടീരിയ മരിച്ചു, അല്ലെ? പക്ഷെ നമ്മളൊരു കോളനി എടുക്കാന്ന് വിചാരിക്കും. ഒരു കോളനി എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലക്ഷം ബാക്ടീരിയ ഉണ്ടെന്ന് വിചാരിക്കും. 1,00,000 ബാക്ടീരിയ നമ്മൾ ആന്റിബയോട്ടിക് കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം മരിക്കണം എന്നില്ലല്ലോ. ഇതിൽ ഒരെണ്ണെങ്കിലും സർവൈവ് ചെയ്യും, അല്ലെ? സർവൈവ് ചെയ്തു. ഈ സർവൈവ് ചെയ്ത ബാക്ടീരിയ ഇതിലുണ്ടാവുന്ന പ്രോജനി, ഇത് മൾട്ടിപ്ലൈ ചെയ്തുണ്ടാവുന്ന ഇതിന്റെ പ്രോജനിക്കും ആ ആന്റിബയോട്ടിക്കിന്റെ റെസിസ്റ്റൻസ് കിട്ടും, അല്ലെ? ഇത് അടുത്ത കുട്ടികൾക്കും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊടുത്തുകൊണ്ടിരിക്കും. മനസ്സിലായി? ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നത് വളരെ പെട്ടെന്നാണ്. ഇത്രയും പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബാക്ടീരിയ ഉള്ളിൽ നടക്കുന്ന പരിണാമം ഭയങ്കര പെട്ടെന്നായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒന്ന് ആലോചിക്കുക, നമ്മളൊരു കോൾഡ് ഏരിയയിൽ സർവൈവ് ചെയ്യാനായിട്ട് നമ്മുടെ RBC കപ്പാസിറ്റി കൂടി, വർഷങ്ങളോളം എടുത്തിട്ടാണ് അത് കൂടിയത്. പക്ഷേ ബാക്ടീരിയക്ക് ഇത് മിനിറ്റ് കൊണ്ടും ദിവസങ്ങൾ കൊണ്ടും നടക്കും. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ലോകം ഇനി 2035 ടു 2050 വേൾഡ് WHO പ്രഡിക്ഷൻ പ്രകാരം മില്യൺസ് ഓഫ് ആൾക്കാർ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കാൻ പോകുന്നത്, മില്യൺസ് ഓഫ് ഡെത്ത് ഉണ്ടാവാൻ കാരണം പോകുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കാരണമാണ്. കാരണമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ 2050 ഒക്കെ ആകുമ്പോൾ മരിക്കാൻ പോകുന്നത്. നമുക്ക് സാധാരണ ഇൻഫെക്ഷൻ, ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഉണ്ടല്ലോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ നമ്മളിങ്ങനെ കൊടുത്തു വരുമ്പോൾ നമ്മൾ ഫൈനലി ആന്റിബയോട്ടിക് എസ്കലേറ്റ് ചെയ്ത് കൂട്ടി വരുമ്പോൾ അവസാനം കോളിസ്റ്റിൻ കൊടുക്കും. ഈ കോളിസ്റ്റിനും റെസിസ്റ്റന്റ് ആണെങ്കിലോ, ഈ ബാക്ടീരിയ റെസിസ്റ്റന്റ് ആണെങ്കിലോ ആൾക്ക് ഡെത്ത് ആവില്ലേ? ആൾക്ക് ഡെത്ത് ആയി പോലും, വേറെ വഴിയില്ലല്ലോ. കോളിസ്റ്റിനും റെസിസ്റ്റന്റ് ആണെങ്കിൽ ഹയസ്റ്റ് ആന്റിബയോട്ടിക് നമ്മൾ കൊടുത്തു. ഈ ആന്റിബയോട്ടിക് കൊടുത്തിട്ട് ഒരു കവറേജ് കിട്ടുന്നില്ലെങ്കിൽ ആള് മരിച്ചു. അപ്പൊ ഇതൊന്നും നമ്മളൊന്ന് ആലോചിച്ചേക്ക്, റെസിസ്റ്റൻസ് വളരെ കൂടി തുടങ്ങി. ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനിൽ ഭയങ്കര റെസിസ്റ്റൻസ് ആണ്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് നല്ല റെസിസ്റ്റന്റ് ബാക്ടീരിയ ആണ് അവിടെ ഉള്ളത്, അല്ല? അപ്പൊ ഇതൊന്ന് ആലോചിച്ചേക്ക്, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ചെറിയ ഇൻഫെക്ഷൻ, സ്മോൾ ഇൻഫെക്ഷൻ വരെ റെസിസ്റ്റൻസ് വന്നു, അല്ലേ? ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമല്ലേ ഈ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? ആണോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മളിപ്പോ എല്ലാവരും വിചാരിക്കും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇന്ത്യയിൽ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് വളരെ വളരെ കൂടുതലാണ്. എന്താണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് പറയാൻ പറ്റും? ഇന്ത്യയിൽ ഭയങ്കര കൂടുതലാണ് റെസിസ്റ്റൻസ്. എല്ലാ കണ്ടീഷനും ആന്റിബയോട്ടിക് പെട്ടെന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. ഓക്കെ, നമുക്കിപ്പോ ആന്റിബയോട്ടിക് ശരിക്കും പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ നമുക്കിപ്പോ എന്താണ് ഓവർ ദ കൗണ്ടർ ആയിട്ട് കൊടുക്കാൻ പാടില്ല. പക്ഷെ ഓവർ ദ കൗണ്ടർ ആയിട്ട് നമ്മൾ ചോദിച്ച ഏത് മെഡിക്കൽ ഷോപ്പിലായാലും നമുക്ക് ആന്റിബയോട്ടിക് കിട്ടും. അപ്പൊ ഇതെന്താ ആന്റിബയോട്ടിക്കിന്റെ മിസ്യൂസ് അല്ല ചെയ്യുന്നത്. മിസ്യൂസ് അല്ലെങ്കിൽ ഓവർ യൂസ് ആണ് ചെയ്യുന്നത്, അല്ലെ? ഓവർ യൂസും മിസ്യൂസും ആണ് ചെയ്യുന്നത്. ചിലപ്പോ ചില ആൾക്കാർ, ചില ഡോക്ടേഴ്സ് ആയാലും ചില ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ആയാലും ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാവുള്ളൂ, ബാക്ടീരിയൽ ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ CBC റിപ്പോർട്ട് നോക്കുമ്പോഴേ മനസ്സിലാവും വൈറലാണ് ബാക്ടീരിയൽ അല്ല. പക്ഷെ എന്നാലും
ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ ഒരാൾക്ക് ഇപ്പൊ ഒരു ഡോസ് കൊടുത്തു 3 times a day, 3 times a day into 5 days. ആളെന്ത് ചെയ്യും? ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, സിംറ്റംസിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അവിടെ നിർത്തും, സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ വെച്ച് ഈ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആന്റിമൈക്രോബിയല് 2 ഡേയ്സിനുള്ളിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഡേയ്സിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ ബാക്ടീരിയ ഉണ്ട്. അപ്പൊ അതിന് കുറച്ച് ആന്റിബയോട്ടിക് കിട്ടി. അപ്പൊ അത് അതിനെ എസ്കേപ്പ് ചെയ്യാനുള്ള വഴി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അത് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. കുറച്ച് ബാക്ടീരിയയിൽ സർവൈവ് ചെയ്യും. അപ്പൊ അതിന് റെസിസ്റ്റന്റ് ജീൻസ് കിട്ടും. അപ്പൊ അത് സർവൈവ് ചെയ്യും. അങ്ങനെ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് വരും. അപ്പൊ നമ്മൾ പോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ്, നമ്മൾ കറക്റ്റ് ഡോസിൽ കഴിച്ചാൽ മതി, ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്തിട്ടെന്ന് വിചാരിച്ചാലും നമുക്ക് വരുന്നൊരു ബാക്ടീരിയൽ റെസിസ്റ്റൻസ് വരും. ഇതിപ്പോ ഒരാള് ഇതിനെക്കുറിച്ച് ഒന്നും അവെയർ അല്ലാത്ത ഒരാള്, ഇയാള് ഇങ്ങനെ ചുമ്മാ 2 ദിവസം ആന്റിബയോട്ടിക് 3 നേരം വെച്ച് കഴിച്ചു, 5 ദിവസത്തിന്റെ കോഴ്സ് കഴിച്ചില്ല. അപ്പൊ ഇവിടെ റെസിസ്റ്റന്റ് ബാക്ടീരിയ വന്നു. ഇത് എൻവിറോൺമെന്റിൽ പോയിട്ട് ഇത് വേറെ ആൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആള് നോർമൽ ഡോസിൽ കഴിച്ചു തുടങ്ങിയാലും ക്യൂർ വരില്ല. 5 ദിവസം കഴിച്ചാലും ക്യൂർ വരില്ല. കാരണം അവിടെ റെസിസ്റ്റൻസ് വന്നു. ഇത് ആര് കഴിക്കുന്നു എന്നല്ല, നമ്മുടെ ജനങ്ങളിൽ ആര് കഴിച്ചാലും, ആര് തെറ്റായി കഴിച്ചാലും റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആന്റിബയോട്ടിക് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയക്ക് കൂടുതൽ എളുപ്പമാണ്. ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ആണ്, പക്ഷെ നമ്മൾ ആന്റിബയോട്ടിക് കൊടുത്തു. അപ്പോൾ എങ്ങാനും ഒരു ബാക്ടീരിയ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെന്താണ് അൺവാണ്ടഡ് ആയിട്ട് ബോഡിക്ക് എക്സ്പോഷർ വരുന്നു ആന്റിബയോട്ടിക്. ഇനി അടുത്ത ബാക്ടീരിയ വരുമ്പോൾ ആന്റിബയോട്ടിക്കിന് സെൻസിറ്റീവ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമുക്ക് റിസർവ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഇപ്പൊ നമ്മൾ പെട്ടെന്നൊരു നമുക്ക് എന്ത് പറ്റി, ഒരു സ്യൂഡോമോണസ് ഇൻഫെക്ഷൻ. സ്യൂഡോമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗാനിസം, സ്യൂഡോമോണസ് ക്ലെബ്സില്ല അല്ലേ? അപ്പൊ നമ്മൾ ഡയറക്ട്ലി വേറെ ഇടയിലുള്ള കൾച്ചറൽ സെൻസിറ്റിവിറ്റി നോക്കാണ്ട് ഡയറക്ട്ലി കോളിസ്റ്റൻ കൊടുത്തു. അതായത് കോളിസ്റ്റൻ ഭയങ്കര കോസ്റ്റ്ലി ഡ്രഗ് ആണ് അല്ലേ? പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, പെട്ടെന്ന് ചിലപ്പോൾ ഇതിന് സെൻസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഇതിന് ഡയറക്ട്ലി നമ്മൾ ഹയർ ഡോസ് കൊടുക്കും. യൂഷ്വലി നമ്മളൊരു എസ്കലേഷൻ പാറ്റേൺ ഫോളോ ചെയ്യണം. ഏത് ആന്റിബയോട്ടിക് ആണ് നോക്കും അല്ലേ? ഇപ്പൊ പെട്ടെന്ന് ഹയർ ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് കോളിസ്റ്റൻ റെസിസ്റ്റൻസ് വരാൻ ചാൻസ് കൂടുതലല്ലേ? ആണോ? അതെ. അപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ഏതൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ പോളിസി വെച്ചിട്ട് നമ്മൾ എന്ത് നോക്കണം? സെക്ഷൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി അല്ലെ? കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി റിപ്പോർട്ട് നോക്കണം. ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതില് നമ്മൾ MIC, മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ, ഏത് ഡ്രഗ്സ് ആണ് സെൻസിറ്റീവ്, ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ്, ഇങ്ങനെ നമുക്ക് റിപ്പോർട്ട് വരും അല്ലെ? ഈ സെൻസിറ്റീവ് ഡ്രഗ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫെക്ഷനെ നമുക്ക് തടയാൻ പറ്റും അല്ലെ? അങ്ങനെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ ചില ആൾക്കാർ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യില്ല, പ്രൊഫൈലറ്റിക് ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ത് വേണം? ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഡിപ്പാർട്ട്മെന്റ് വേണം. അവരെന്ത് ഇറക്കണം? ഒരു ആന്റിമൈക്രോബിയൽ പോളിസി. ഇതിപ്പോ പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് അറിയില്ല പുറത്തത്തെ എക്സാംസിന് ഇന്റർവ്യൂ ഉണ്ടോന്ന്. ഈ ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിലും ഈ ആന്റിമൈക്രോബിയൽ പോളിസി ഈ വേറെ രാജ്യങ്ങൾക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന സാധനമാണ്. ആന്റിമൈക്രോബിയൽ പോളിസി, അതായത് അവർ തന്നെ ഈ സെൻസിറ്റിവിറ്റി പാറ്റേൺ ആണെങ്കിൽ ഈ ഡ്രഗ് കൊടുക്കണം, ഈ ഒരു ഡിസീസ് ആണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ഈ ഡ്രഗ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൾച്ചറൽ സെൻസിറ്റിവിറ്റി സൈനസൈറ്റിസ് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കൊടുക്കേണ്ട ഡ്രഗ് അമോക്സിക്ലാവ് ആണെന്ന് അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹോസ്പിറ്റൽ പോളിസി ഫോളോ ചെയ്യുന്നു. എപ്പോഴും ഒരു ഹോസ്പിറ്റൽ പോളിസി ഉണ്ടാക്കുമ്പോൾ, അതായത് ഹോസ്പിറ്റൽ ആന്റി മൈക്രോബിയൽ പോളിസി ഉണ്ടാക്കുമ്പോൾ അതെപ്പോഴും നാഷണൽ ഗൈഡ് ലൈൻസിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും. അത് കൂടാതെ തന്നെ ലോക്കൽ സെൻസിറ്റിവിറ്റി നോക്കണം. ഇപ്പൊ നമ്മൾ ഡൽഹിയിലാണ് താമസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ കുറെ റെസിസ്റ്റന്റ് ഓർഗാനിസം ഉണ്ട്. കേരളത്തിൽ കൊടുക്കുന്ന ഒരു മരുന്ന് ഡൽഹിയിൽ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. കാരണം ഡൽഹിയിലത്തെ സെൻസിറ്റിവിറ്റി പാറ്റേൺ വ്യത്യാസമാണ്.
അപ്പൊ ഡൽഹിയിലത്തെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാക്കുന്ന, അതായത് പോളിസി ഉണ്ടാക്കുമ്പോൾ ഡിഫറെന്റ് ഡ്രഗ്സ് ആയിരിക്കും, കേരളത്തിൽ ഡിഫറെന്റ് ഡ്രഗ്സ് ആയിരിക്കും. അത് അവിടുത്തെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പാറ്റേണും നാഷണൽ ഗൈഡ് ലൈൻസും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ പോളിസി വെച്ചിട്ട് നമുക്ക് ഒരു അവെയർ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവെയർ, അതായത് അവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റാൻഡ്സ് ഫോർ ആക്സസ്, ഡബ്ല്യു സ്റ്റാൻഡ്സ് ഫോർ വാച്ച് ആൻഡ് ആർ ഇ സ്റ്റാൻഡ്സ് ഫോർ റിസർവ് ഡ്രഗ്സ്. ഈ ആക്സസ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും, എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കണം, എല്ലാ ചെറിയ ചെറിയ ക്ലിനിക്കിലായാലും അവൈലബിൾ ആയിരിക്കും. കാരണം അത് വളരെ ഇമ്പോർട്ടൻറ്റ് യൂസ് ഉള്ളതാണ്. വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ വാച്ചിലത്തെ ഡ്രഗ്സ്. റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിയർ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാനുള്ള ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് റിസർവ്. റിസർവ് ഡ്രഗ്സിന് റെസിസ്റ്റൻസ് വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അൺലെസ് ഇറ്റ് ഇസ് ഇൻഡിക്കേറ്റഡ് റിസർവ് ഡ്രഗ്സ് കൊടുക്കാൻ പാടില്ല. അപ്പൊ അവെയർ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ നമ്മുടെ ഗൈഡ് ലൈൻസിൽ ഉണ്ട്. ആക്സസ്, വാച്ച് ആൻഡ് റിസർവ്. കേട്ടോ? അപ്പോ എനിക്കൊന്ന് പറയാമോ, ആന്റി മൈക്രോബിയൽ സ്റ്റുവേർഡ്ഷിപ്പ്, ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വരാണ്ടിരിക്കാൻ നോക്കുന്ന പ്രോഗ്രാമിന്റെ പേരെന്താണ്? ആന്റി മൈക്രോബിയൽ സ്റ്റുവേർഡ്ഷിപ്പ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണേ. ചെറിയ ടോപ്പിക് ആണെന്ന് വെച്ചിട്ട് വിട്ടുകളയരുത്. ഇതെന്തായാലും നഴ്സിംഗ് കൺസിഡറേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പഠിക്കാം. ആന്റി മൈക്രോബിയൽ സ്റ്റുവേർഡ്ഷിപ്പിന്റെ എയിം എന്താണ്? ഒന്ന് പറയാമോ? To control the And resistance. preventing and combating the increase of the threat of microbes. അതായത് പ്രിവെന്റിങ് റെസിസ്റ്റന്റ് ഓർഗാനിസം അല്ലെ? Yeah, right, sir. പ്രിവെന്റിങ് റെസിസ്റ്റന്റ് ഓർഗാനിസം ഇത് മെയിൻ ആണ് അല്ലെ? ഡെവലപ്മെന്റ് ഓഫ് റെസിസ്റ്റന്റ് ഓർഗാനിസം. Resistant organism. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ മരുന്നുകൾ തന്നെ ആന്റി മൈക്രോബിയൽസ് കാരണം അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് കുറയ്ക്കും. Reducing the. ഡ്രഗ് റിയാക്ഷൻസ് കുറയ്ക്കും. Okay. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. അപ്പൊ ഇതിൻ്റെ ഉള്ളിലത്തെ ഇതിൽ ആരൊക്കെ ആയിരിക്കും? ഇതിലൊരു ടീം ഉണ്ടാവും അല്ലെ? ഈ ടീം കൺസിസ്റ്റ് ഓഫ് ആരൊക്കെ ആയിരിക്കും ആന്റി മൈക്രോബിയൽ സ്റ്റുവേർഡ്ഷിപ്പ് ടീം? ഒന്ന് ആലോചിച്ചേക്ക്, ആരൊക്കെ വേണം? Doctors. Medical officers. മെഡിക്കൽ ഓഫീസർ നമ്മൾ പ്രിഫറബിളി മെഡിക്കൽ ഓഫീസർ എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കണം, Physician or one surgeon. അല്ലെങ്കിൽ സർജൻ ആയിരിക്കും. വെരി ഗുഡ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ആരൊക്കെ വേണ്ടത്? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് അങ്ങനെ എന്തെങ്കിലും. ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് സ്പെഷ്യലിസ്റ്റ് വേണം. ഇൻഫെക്ഷൻ ഡിസീസ് സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, ഫാർമസിസ്റ്റ് വേണം, നേഴ്സ് വേണം, നഴ്സിംഗ് ഓഫീസർ വേണം, പിന്നെ ഫാർമക്കോളജിസ്റ്റ് വേണം. ഫാർമക്കോളജിസ്റ്റ് വേണം. മൈക്രോബയോളജി ഇമ്പോർട്ടന്റ് അല്ലേ? മൈക്രോബയോളജിക്കാരല്ലേ ഇതിന്റെ ഡ്രഗ് സെൻസിറ്റിവിറ്റി നോക്കുന്നത്? മൈക്രോബയോളജി ടീമുണ്ട്. പിന്നെ IT സ്റ്റാഫ്സ് വേണം. ഹോസ്പിറ്റലിന്റെ സ്റ്റാഫ് കൂടി ഇൻവോൾവ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഇത്ര ആൾക്കാർ വേണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് പറയാമോ? ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും? ഫങ്ഷൻസ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടു ക്രിയേറ്റ് എ ഹോസ്പിറ്റൽ ആന്റിബയോട്ടിക് പോളിസി അല്ലേ? ഒരു ഹോസ്പിറ്റൽ ആന്റിബയോട്ടിക് പോളിസി വേണം അല്ലേ? രണ്ടാമത്തെ എന്തായിരിക്കും? അതിന്റെ സർവൈലൻസ്. ഇപ്പൊ ഹോസ്പിറ്റൽ ആന്റിബയോട്ടിക് പോളിസി എങ്ങനെയാണ് നമ്മൾ സർവൈൽ ചെയ്യുക? ചെക്ക് ലിസ്റ്റ് ഉണ്ട്, പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഓഡിറ്റ് ചെയ്യാം. വെരി ഗുഡ്. പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ചെയ്യും. പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്? പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്? ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്തത് റൈറ്റ് ഡ്രഗ് ആണോ, റൈറ്റ് ഡോസ് ആണോ, റൈറ്റ് ഡ്യൂറേഷനോ അല്ലെ? പിന്നെ ഇപ്പൊ ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? അതായത് അൺനെസസറി ആയിട്ട് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പോ പ്രൂവ്ഡ് ഇൻഫെക്ഷൻ ആണോ കൊടുക്കുന്നത്? പ്രൂവ്ഡ്
ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലാണ് കൊടുക്കാൻ പാടില്ല. അൺനെസസറി ഉണ്ടാവാൻ പാടില്ല. മിസ്യൂസ് പാടില്ല, ഓവർ യൂസ് പാടില്ല. മിസ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാണ്ട് കൊടുക്കുക. ഓവർ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 5 ദിവസത്തേക്ക് മതി, പക്ഷെ ആൾക്ക് വെറുതെ 14 ദിവസം കൊടുക്കും. ഇതൊരു ഓവർ യൂസ് അല്ലേ. പിന്നെ ഈ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റിൽ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ്ലി ഡ്രഗ്സ് കൊടുക്കാൻ പാടില്ല. കോസ്റ്റ്ലി ഡ്രഗ്സ് കൊടുക്കാൻ പാടില്ല എപ്പോ? വെൻ ചീപ്പർ ഓൾട്ടർനേറ്റീവ്സ് ആർ അവൈലബിൾ. ചീപ്പർ ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ കോസ്റ്റ്ലി ഡ്രഗ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ നമ്മൾ എന്താണ് നോക്കേണ്ടത്? റിസർവ് ഡ്രഗ്സ്. റിസർവ് ഡ്രഗ്സ് അൺനെസസറിലി യൂസ് ചെയ്യുന്നത് അല്ലേ? റിസർവ് ഡ്രഗ്സ് അൺനെസസറി ഡ്രഗ്സ് യൂസ് ചെയ്യേണ്ടതെന്നോ? കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണോ? Yes, sir. ഓക്കെ. വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഇതിലുണ്ടോ? നമ്മുടെ ഫംഗ്ഷൻസ് ഉണ്ടോ ആന്റി മൈക്രോബിയൽ സ്റ്റുവർഡ്ഷിപ്പിന്റെ ഫംഗ്ഷൻസിൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവൈലബിലിറ്റി കൊടുത്തെന്നുള്ളത് എന്താണ് ഒന്ന് പറയാമോ? പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ തന്നെയാണോ അവർ കൊടുത്തത്? ഫാർമസിസ്റ്റ് provide അതും ചെയ്തത്? നമുക്ക് ക്രോസ് ചെയ്യാം. അതും നമുക്ക് ക്രോസ് ചെയ്യാം. എന്തെങ്കിലും ഇപ്പൊ സൗണ്ട് അലൈക്ക് ലുക്ക് അലൈക്ക് ഡ്രഗ്സ് ഒക്കെ ഉണ്ട്, തെറ്റി കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതെ അതെ. ഓക്കെ. പിന്നെ നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഓത്തറൈസേഷൻ. പ്രീ ഓത്തറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓത്തറൈസേഷൻ ഇപ്പൊ ചില റിസർവ് ഡ്രഗ്സ് നമുക്ക് കൊടുക്കണമെങ്കിൽ ഈ ആന്റി മൈക്രോബിയൽ സ്റ്റുവർഡ്ഷിപ്പ് ടീമിന്റെ Permission. പെർമിഷൻ വേണം. അവരുടെ റിട്ടേൺ ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. അതിനെയാണ് പ്രീ ഓത്തറൈസേഷൻ വിളിക്കുന്നത്. പിന്നെ നമ്മൾ എന്താണ് സംഭവം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ നടക്കും. CME എഡ്യൂക്കേറ്റ് ചെയ്യണം ആൾക്കാരെ. ചിലപ്പോൾ ഈ ഗൈഡ് ലൈൻസ് മാറുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ ക്ലാസ്സസ് നടത്തും. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇത്രയും എഴുതണം നമ്മൾ ആന്റി മൈക്രോബിയൽ സ്റ്റുവർഡ്ഷിപ്പ് ടീമിന്റെ ഒരു ഫംഗ്ഷൻ ആയി. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? Yes, sir. അപ്പൊ നമുക്ക് ഇനി ബാക്ടീരിയയുടെ പറ്റി നമുക്ക് കുറച്ചൊരു മൈക്രോബയോളജി പഠിക്കാം. ഓക്കെ. നമുക്ക് എന്ത് ടൈപ്പ് ബാക്ടീരിയ ആണ് നമുക്കിപ്പോ ഒരു ഇൻഫെക്ഷസ് ഓർഗാനിസം എന്തൊക്കെയാണുള്ളത്? ഇൻഫെക്ഷസ് ഓർഗാനിസത്തിന് ഇൻഫെക്ഷസ് ഓർഗാനിസം, ബാക്ടീരിയ, വൈറസ് എക്സെട്ര. നമുക്ക് അതിൽ ബാക്ടീരിയ നോക്കാം. ബാക്ടീരിയയിൽ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ടിൽ ഇരിക്കുന്ന ബാക്ടീരിയ നമ്മൾ എന്താ വിളിക്കുക? കോക്കൈ. Okay. ഇങ്ങനെ റോഡായിട്ടിരിക്കുന്നത് നമ്മൾ എന്താ വിളിക്കുക? ബാസിലസ്. Bacillus. ഈ കോക്കൈൽ തന്നെ നമുക്ക് എന്തുണ്ട്? ഗ്രാം പോസിറ്റീവ് ഉണ്ട്, Gram negative. ഗ്രാം നെഗറ്റീവ് ഉണ്ട്. ബാസിലസ് എന്തുണ്ട്? ഗ്രാം സ്റ്റെയിൻ പോസിറ്റീവ് ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഉണ്ട് അല്ലെ? ഈ ഗ്രാം പോസിറ്റീവ് കോക്കൈല് കുറച്ച് പേരെന്ന് പറയുന്നത് ഒരെണ്ണം നമുക്ക് പഠിക്കാം, സ്ട്രെപ്റ്റോകോക്കസ്. Streptococcus. ആണ് മെയിനായിട്ട്. സ്ട്രെപ്റ്റോകോക്കസ്. ഗ്രാം നെഗറ്റീവിന്റെ പേരെന്ന് പറയുന്നത് നൈസീരിയ മെനിഞ്ചൈറ്റിസ്, നൈസീരിയ ഗൊണോറിയ. കേട്ടോ, നൈസീരിയയുടെ സ്പീഷീസ് ആണ് ഗൊണോറിയ. ഇതൊക്കെ ബാസിലസിന്റെ ഗ്രാം പോസിറ്റീവ് ബാസിലസിന്റെ പേരാണ്. ഭയങ്കര സിവിയർ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സാധനം. ഒന്ന് ബാസിലസ് ആന്ത്രാക്സിസ്, ആന്ത്രാക്സ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ. പിന്നെ ക്ലോസ്ട്രിഡിയം ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ. പിന്നെ ക്ലോസ്ട്രിഡിയം ടെറ്റനസ്. ഇതിന്റെ ഫുൾ നെയിം ക്ലോസ്ട്രിഡിയം ഡിഫ്തീരിയ ആണ്. ഡിഫ്തീരിയ, ക്ലോസ്ട്രിഡിയം ടെറ്റനസ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയെ കുറച്ച് പേര് പറയാമോ? അത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? ഈക്കോളൈ, സ്യൂഡോമോണസ്, കോളറ. കേട്ടോ, സ്യൂഡോമോണസ്, കോളറ എക്സെട്ര. നമുക്കൊരു ഐഡിയ കിട്ടി ബാക്ടീരിയ. ഇത് കൂടാതെ തന്നെ നമുക്ക് സ്പൈറോക്കിറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം. ഈ സ്പൈറോക്കിറ്റ്സ് എന്താണ് ഉണ്ടാക്കുന്നത്? നമുക്ക് സിഫിലിസ് ഉണ്ടാക്കും. സിഫിലിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ സ്പൈറോക്കിറ്റിന്റെ പേരെന്താണ്? ട്രിപ്പോനീമ പല്ലിഡിയം. കാണുന്നുണ്ടോ? കാണാം സർ. പിന്നെ അതുമാതിരി തന്നെ നമുക്ക് എലിപ്പനി ഉണ്ടാക്കുന്നത് ഒരു സ്പൈറോക്കേറ്റ് ആണ്. എലിപ്പനി ഉണ്ടാക്കുന്ന സ്പൈറോക്കേറ്റിന്റെ പേര് ലെപ്റ്റോസ്പൈറോസിസ് അല്ലെ? ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാക്കുന്നതാണ് ലെപ്റ്റോസ്പൈറ.
പിന്നെ ഇതിലൊന്നും പെടാത്ത കുറെ ബാക്ടീരിയകളുണ്ട്. ഒന്ന് എച്ച് പൈലോറി, ട്രിക്കറ്റ്സിയ എന്നൊക്കെ പറഞ്ഞിട്ട്, ട്രിക്കറ്റ്സിയ എന്ന് പറഞ്ഞ കുറെ ഓർഗാനിസം, സിയ എന്ന് പറഞ്ഞ കുറച്ച് ഓർഗാനിസം. നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയില്ല. നമ്മുടെ ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഉണ്ട്. ബാസിലസ് ഗ്രാം പോസിറ്റീവ് ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഉണ്ട്. സ്പൈറോകീറ്റ്സ് ഉണ്ട്, സ്പൈറോകീറ്റ്സ് സിഫിലിസ് ഉണ്ടാക്കുന്ന ട്രിപ്പിനിമോപാറ്റീഡ്, ലെപ്റ്റോസ്പൈറോസ് ഉണ്ടാക്കുന്ന ലെപ്റ്റോസ്പൈറ. പിന്നെ നമുക്ക് എച്ച് പൈലോറി, ട്രിക്കറ്റ്സിയ. ഓക്കെ, നമുക്കൊരു ബാക്ടീരിയയുടെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി അല്ലേ? അസിലിറ്റോബാക്ടർ ഏതിലാണല്ലോ സർ? അസിനറ്റോബാക്ടർ. ഉം. അസിനറ്റോബാക്ടർ നമ്മൾ നോക്കണം. എനിക്കിപ്പോ ഓർമ്മയില്ല ആക്ച്വലി. ആ ഞാൻ ഫുൾ ഓക്കെ ലിസ്റ്റ് സർ. ആയിട്ട് പഠിച്ചിട്ടില്ല. ഓക്കെ സർ. ഓക്കെ, പിന്നെ നമ്മളിപ്പോ ഇനി എന്താ നോക്കുന്നത്? നമ്മൾ റെസിസ്റ്റൻസിന്റെ കാര്യം പഠിച്ചില്ലേ? റെസിസ്റ്റൻസിന്റെ കാര്യം നമ്മൾ പഠിച്ചല്ലോ. എങ്ങനെയൊക്കെയാണ് ബാക്ടീരിയ റെസിസ്റ്റൻസ് വേറൊരു ബാക്ടീരിയക്ക് കൊടുക്കുന്നത്? ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ, ഒരു ബാക്ടീരിയ ഉണ്ടായി, ഇതിന് റെസിസ്റ്റൻസ് കിട്ടി. ഇതെങ്ങനെയാണ് ബാക്കിയുള്ള ബാക്ടീരിയക്ക് റെസിസ്റ്റൻസ് കൊടുക്കുന്നത്? ബാക്കിയുള്ള ബാക്ടീരിയത്തിന് റെസിസ്റ്റൻസ് കൊടുക്കുന്നത് അത് നമുക്ക് പഠിക്കണ്ടേ? അപ്പോൾ ഒരു ബാക്ടീരിയ 3 രീതിയിൽ റെസിസ്റ്റൻസ് കൊടുക്കും. ഇതൊരു ബാക്ടീരിയ, ഞാനിപ്പോ ഇങ്ങനെ വരയ്ക്കുകയാണ്. ബാക്ടീരിയ ഇങ്ങനെയാണ്. ഈ ബാക്ടീരിയക്ക് എന്ത് ചെയ്യാം? ഈ ബാക്ടീരിയക്ക് വേറൊരു ബാക്ടീരിയനെ ട്രാൻസ്ഫോം ചെയ്യും. എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫോം ചെയ്യും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ബാക്ടീരിയനെ ട്രാൻസ്ഫോം ചെയ്യും. എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ ഒരു DNA ഉണ്ട് അല്ലെ? ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? ഈ DNA റെസിസ്റ്റൻസിന്റെ പാർട്ടുള്ള DNA പുറത്തേക്ക് ഇജക്ട് ചെയ്യും. ഒരു ചെറിയൊരു DNA പുറത്തേക്ക് വന്നു. ഇതെന്താണ്? ഫ്രീ DNA അല്ലെ? ഫ്രീ DNA കൾച്ചറിന്റെ ഉള്ളിൽ കുറെ ബാക്ടീരിയ ഇടയിൽ ഫ്രീ DNA വന്നു. ഈ ഫ്രീ DNA എന്ത് ചെയ്യുക? ഇത് മറ്റേ ബാക്ടീരിയക്ക് ഈ ഫ്രീ DNA ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ ഒരു ബാക്ടീരിയയുടെ ഉള്ളിൽ നിന്ന് മറ്റേ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് ഫ്രീ DNA ട്രാൻസ്ഫറിനെ വിളിക്കുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. എന്താണ്? ട്രാൻസ്ഫോർമേഷൻ അല്ലെ? ട്രാൻസ്ഫോർമേഷൻ. മനസ്സിലായോ? ഇത് ഫസ്റ്റ് മെത്തേഡ് റെസിസ്റ്റൻസ് കൊടുക്കാനായിട്ട്. സെക്കൻഡ് മെത്തേഡ് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇതൊരു ബാക്ടീരിയ ആണ് അല്ലെ? ബാക്ടീരിയ ഉള്ളിൽ ഒരു DNA ഉണ്ട്. ഈ ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു വൈറസ് ഉണ്ട്. ആ വൈറസിന്റെ പേരെന്ന് പറയാമോ? ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിന്റെ പേരെന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? എന്നാലോചിച്ച് നോക്കിയേ. HIV. ബാക്ടീരിയോഫേജ്. ഇത് ബാക്ടീരിയനെക്കാട്ടും ചെറുതാണ് കേട്ടോ, ബാക്ടീരിയോഫേജ്. ഈ ബാക്ടീരിയോഫേജ് എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളിൽ നിന്ന് DNA എടുക്കും. ഇതൊരു ഹ്യൂമൻ ബീയിന്, ഒരു മനുഷ്യന് മോസ്കിറ്റോ കടിക്കുന്ന മാതിരി തന്നെ. പക്ഷെ ഇതൊരു വൈറസ് ആണ്. വൈറസ് വന്നിട്ട് ബാക്ടീരിയ ഉള്ളിൽ നിന്ന് DNA എടുക്കും. മനുഷ്യനൊരു മോസ്കിറ്റോ കടിക്കുമ്പോൾ ബ്ലഡ് എടുക്കുന്ന മാതിരി ബാക്ടീരിയോഫേജ് എന്ത് ചെയ്യും? DNA എടുക്കും. എന്നിട്ട് ഈ ബാക്ടീരിയോഫേജ് എന്ത് ചെയ്യും? പോയിട്ട് വേറൊരു ബാക്ടീരിയനെ ഈ ബാക്ടീരിയോഫേജ് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് അതിനുള്ള DNA ഇജക്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് പറയുന്നത്? ട്രാൻസ്ഡക്ഷൻ. ഫസ്റ്റ് പഠിച്ചത് ട്രാൻസ്ഫോർമേഷൻ, ഫ്രീ DNA ട്രാൻസ്ഫർ ചെയ്യുന്നു. സെക്കൻഡ് പഠിച്ചത് ഒരു ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ്. ബാക്ടീരിയോഫേജ് മീഡിയേറ്റഡ് DNA ട്രാൻസ്ഫറിനെയാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഈ മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും നമ്മൾ ബാക്ടീരിയ, ചില ബാക്ടീരിയ മേലെ ഇങ്ങനെ ഒരു സംഭവം. ഇതിനെയാണ് ബാക്ടീരിയയുടെ സെക്സ് പിലൈ എന്ന് വിളിക്കുന്നത്. സെക്സ് പൈലസ് എന്ന് വിളിക്കുന്നത്. ഈ സെക്സ് പൈലസ് എന്ത് ചെയ്യുന്നു? മറ്റേ ബാക്ടീരിയക്ക് തൊട്ടടുത്തുള്ള ബാക്ടീരിയ മേത്ത് കോൺജുഗേറ്റ് ചെയ്തിട്ട് ഡയറക്ട്ലി DNA ട്രാൻസ്ഫർ ചെയ്യും. സെക്സ് പൈലസ് കൂടെ ഇതിനുള്ളത് ജനറ്റിക് മാറ്റർ മറ്റേ ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് കോൺജുഗേഷൻ. 3 മെത്തേഡാണ് ഒരു ബാക്ടീരിയ മറ്റേ ബാക്ടീരിയയിലേക്ക് കൊടുക്കാനായിട്ട്. ഫസ്റ്റ് മെത്തേഡാണ് ട്രാൻസ്ഫോർമേഷൻ. സെക്കൻഡ് മെത്തേഡാണ് ബാക്ടീരിയോഫേജ് മീഡിയേറ്റഡ് ട്രാൻസ്ഡക്ഷൻ. മൂന്നാമത്തെ മെത്തേഡാണ് സെക്സ് പൈലസ് മീഡിയേറ്റഡ് കോൺജുഗേഷൻ. ക്ലിയർ ആണോ? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ
ഇനി ബാക്ടീരിയയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് മെക്കാനിസം, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡ്രഗിന് ബാക്ടീരിയ റെസിസ്റ്റൻസ് ഡെവലപ്മെന്റ്, എന്തൊക്കെ റെസിസ്റ്റൻസ് ആണ് ബാക്ടീരിയക്ക് കിട്ടുന്നത്, അതും കൂടി നമുക്ക് പഠിക്കാം. എന്തൊക്കെ റെസിസ്റ്റൻസ് ആണ് ബാക്ടീരിയക്ക് കിട്ടുന്നത് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കും, ബാക്ടീരിയയുടെ ഉള്ളിൽ ഇത് ബാക്ടീരിയക്ക് എന്താണ്, ഒരു സെൽ വാൾ ഉണ്ട് അല്ലെ, ഒരു സെൽ വാൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ജനറ്റിക് മാറ്റർ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രഗ് ഉള്ളിലേക്ക് കയറി, ബാക്ടീരിയയുടെ ഉള്ളിൽ ചില ബാക്ടീരിയ ഒരു പമ്പ് ഉണ്ടാവും, ഒരു പമ്പിനെ മാനുഫാക്ചർ, ഇതൊരു പമ്പാന്ന് വിചാരിക്കും. ഇതിനെയാണ് ഇഫ്ലക്സ് പമ്പ് എന്ന് വിളിക്കുന്നത്. ഇഫ്ലക്സ് പമ്പ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളാൻ കഴിവുള്ള പമ്പ്. ഇത് എന്ത് ചെയ്യും, ഈ ഉള്ളിലേക്ക് ഡ്രഗ് വന്നു, ഈ ഡ്രഗിനെ തിരിച്ച് പുറത്തേക്ക് ഇഫ്ലക്സ് ചെയ്തതാണ്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്താണ്, ഡെവലപ്മെന്റ് ഓഫ് ഇഫ്ലക്സ് പമ്പ്. ഒരു ബാക്ടീരിയയുടെ ഉള്ളിൽ ഒരു മോഡിഫിക്കേഷൻ വന്നു, ഒരു പമ്പ് ഉണ്ടാക്കി, ആ പമ്പ് എന്ത് ചെയ്യും, ഡ്രഗ് അകത്തേക്ക് വന്നു, ഡ്രഗിനെ തിരിച്ച് പുറത്തേക്ക് വന്നേക്കാം. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, എളുപ്പമായി. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗിന് പോയിട്ട് ഈ ബാക്ടീരിയയുടെ മേലെ ബൈൻഡ് ചെയ്യണം അല്ലെ, ഒരു റിസപ്റ്റർ വേണം. പെനിസിലിൻ ആണെങ്കിൽ ബാക്ടീരിയ മേലെ ഒരു റിസപ്റ്റർ ആണ്. ബാക്ടീരിയയുടെ മേലെ ഒരു റിസപ്റ്ററിലാണ് പെനിസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ. പെനിസിലിൻ ബൈൻഡ് ചെയ്യുന്ന സ്ഥലം പെനിസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ. ഈ പെനിസിലിൻ ബൈൻഡ് ചെയ്യുന്ന സ്ഥലം ഇത് മാറ്റി കഴിഞ്ഞാലും, ഈ ബാക്ടീരിയ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും പെനിസിലിന് പിന്നെ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ? ഇല്ലല്ലോ. അപ്പൊ എന്താണ് അപ്പൊ അടുത്ത മെത്തേഡ് എന്താണ്, ഓൾട്ടറേഷൻ ഓഫ് ബൈൻഡിങ് സൈറ്റ്. മാറ്റിക്കളഞ്ഞു അല്ലേ. ഇനി അടുത്ത ഒരു മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഈ ഒരു ആന്റിബാക്ടീരിയൽ ഏജന്റ് ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു ട്രാൻസ്പോർട്ടർ വേണ്ടേ? ഈ ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. മനസ്സിലാക്കാം? ഇവിടെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഞാൻ വേറൊരു ഡയഗ്രാം വരയ്ക്കാം. ഈ ബാക്ടീരിയയുടെ സെൽ വാളിന്റെ ഉള്ളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു ട്രാൻസ്പോർട്ടർ വേണ്ടേ ഈ ഒരു ഡ്രഗിനുള്ളിലേക്ക് കയറാനായിട്ട്. അപ്പൊ ഈ ട്രാൻസ്പോർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിന്റെ ഈ ട്രാൻസ്പോർട്ടർ ഓൾട്ടർ ചെയ്യും. എന്താണ്, ഓൾട്ടറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ചാനൽസ്. ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ചാനൽസിനെ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഓൾട്ടർ ചെയ്തു. അപ്പോ എന്താണ്, ആന്റിബയോട്ടിക്കിന്റെ എൻട്രി കുറഞ്ഞില്ലേ? ക്ലിയർ ആണോ? Yes, sir. കുറച്ച് tough. ഇനി നമുക്ക് ഒരു മെക്കാനിസം കൂടി പഠിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബാക്ടീരിയ സർവൈവ് ചെയ്യണമെങ്കിൽ ബാക്ടീരിയ ഉള്ളിൽ ഫോളിക് ആസിഡ് വേണം അല്ലെ. ഫോളിക് ആസിഡ് ഉണ്ടെങ്കിലാണ് ബാക്ടീരിയ സെൽസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബാക്ടീരിയ എന്ത് ചെയ്യും, ബാക്ടീരിയ ഉള്ളിലത്തെ ഫോളിക് ആസിഡ് യൂസ് ചെയ്തിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ബാക്ടീരിയ ഉള്ളിലുള്ള ഫോളിക് ആസിഡ് എടുത്തിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. പുറത്തുള്ള ഫോളിക് ആസിഡ്, മനുഷ്യന്റെ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് ഫോളിക് ആസിഡ് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചില ഡ്രഗ്സ് ഉണ്ട്, ഇപ്പൊ എക്സാമ്പിൾ സൾഫോണമൈഡ്സ് എന്ന് പറഞ്ഞ ഡ്രഗ്സ് ഉണ്ട്. എന്താണ് Sulfonamides. സൾഫോണമൈഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഫോളിക് ആസിഡിന്റെ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ് ചെയ്യുന്നത്. ബാക്ടീരിയയുടെ ഫോളിക് ആസിഡിന്റെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സൾഫോണമൈഡ്സ് കൊടുത്തു, ബാക്ടീരിയക്ക് ഫോളിക് ആസിഡ് കിട്ടുന്നില്ല, ബാക്ടീരിയ മരിച്ചു പോയി. പക്ഷെ ചില ബാക്ടീരിയ എന്ത് ചെയ്യും, ബാക്ടീരിയയുടെ ഫോളിക് ആസിഡ് അല്ലേ കിട്ടാത്തതുള്ളൂ, പുറത്തുനിന്നുള്ള ഫോളിക് ആസിഡ് എടുക്കാമല്ലോ. അപ്പൊ എന്താണ് ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദേ ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്. എന്താണ്, ദേ ഡെവലപ്പ് alternative metabolic pathways. വേറൊരു പാത്വേ ഉണ്ടാകും, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെറ്റബോളിക് പാത്വേ ഉണ്ടാകും. അങ്ങനെ ഹ്യൂമൻസിന്റെ ഫോളിക് ആസിഡ് യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കും. ഇതാണ് അടുത്ത മെത്തേഡ്. ക്ലിയർ ആണോ? സാർ ഒരു ഡൗട്ട്, പറഞ്ഞു. ഈ ബാക്ടീരിയക്ക് എപ്പോഴും ഫോളിക് ആസിഡ് ഇല്ലാതെ പറ്റത്തില്ലേ സാറേ? ബാക്ടീരിയയുടെ ഉള്ളിലത്തെ ഫോളിക് ആസിഡ് ഏത് സെല്ല് നമ്മുടെ ശരീരത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് ഫോളിക് ആസിഡ് ആവശ്യമുണ്ട്. കാരണം ഫോളിക് ആസിഡ് ആണ് നമ്മുടെ DNA റെപ്ലിക്കേഷന് സഹായിക്കുന്ന ഒരു സംഭവം. ഫോളിക് ആസിഡ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്ടീരിയക്ക് ഒരു ഇതുണ്ട്, ബാക്ടീരിയ ഉള്ളിലത്തെ ഫോളിക് ആസിഡ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാറുള്ളൂ. ഹ്യൂമൻ ബീങ്സിന്റെ ഫോംഡ് ആയിട്ടുള്ള ഫോളിക് ആസിഡ് എടുക്കാറില്ല. അപ്പൊ എന്ത് ചിലപ്പോൾ
ഇതിന്റെ മെറ്റബോളിക് പാത്വേ മാറ്റിയിട്ട് ഫോളിക് ആസിഡ് ഇല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫോളിക് ആസിഡ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ഡെഡ് ആയ സെൽസിന്റെ ഉള്ളിൽ നിന്ന് ഫോളിക് ആസിഡ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ടാക്കും. അപ്പൊ മെക്കാനിസം ഓഫ് റെസിസ്റ്റൻസ് ഒന്ന് പറയാമോ? ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടറേഷൻ ഓഫ് ചാനൽസ്, കയറാൻ സമ്മതിക്കുന്നില്ല, കയറാനുള്ള ചാനൽ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ഒരു പമ്പ് ഉണ്ടാക്കി, ഇഫ്ലക്സ് പമ്പ്സ് ഉണ്ടാക്കി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കയറി എവിടെയെങ്കിലും ബൈൻഡ് ചെയ്യണം, ആ ബൈൻഡ് ചെയ്യാനുള്ള സ്ഥലം നോക്കുമ്പോൾ ആ സ്ഥലം കാണാനില്ല, ഓൾട്ടറേഷൻ ഓഫ് ബൈൻഡിങ് സൈറ്റ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, ഓൾട്ടർനേറ്റീവ് മെറ്റബോളിക് പാത്വേ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ടാർഗറ്റ് ചെയ്ത് കളയുന്ന സാധനത്തിന് ഓൾട്ടർനേറ്റീവ് വരുന്നത് മെറ്റബോളിക് പാത്വേ കണ്ടുപിടിക്കും. ഇത്രയും ക്ലിയർ ആണോ? ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട്, നമ്മൾ പെനിസിലിൻ പഠിച്ചു. പെനിസിലിൻ എന്താണ്? പെനിസിലിൻ ഈസ് എ Broad ബീറ്റ spectrum ലാക്ടം, ബ്രോഡ് സ്പെക്ട്രം ആണ്. ഇത് എന്താണ്? ബീറ്റ ലാക്ടം റിംഗ് ആണ് അല്ലെ? ഈ ബീറ്റ ലാക്ടം ആണ് പെനിസിലിന്റെ മെയിൻ കമ്പോണന്റ്. ഈ ബീറ്റ ലാക്ടം പോയിട്ട് എന്ത് ചെയ്യുന്നു? ബാക്ടീരിയയുടെ സെൽ വോളിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ബീറ്റ ലാക്ടം ആണ് ഇതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ്. പക്ഷെ ബാക്ടീരിയ എന്ത് ചെയ്യും? ചില ബാക്ടീരിയ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബീറ്റ ലാക്ടത്തിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു എൻസൈം ഉണ്ടാക്കും. ആ എൻസൈമിന്റെ പേരെന്താണ്? ബീറ്റ ലാക്ടമേസ്. അല്ലെങ്കിൽ ഒന്നുകൂടെ എഴുതാം, ബീറ്റ ലാക്ടമേസ്. മേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈമാണ്. ബീറ്റ ലാക്ടമേസ് എന്ന് പറഞ്ഞാൽ എൻസൈം ഉണ്ടാക്കി. ഈ ബീറ്റ ലാക്ടമേസ് എന്ത് ചെയ്യും? ബീറ്റ ലാക്ടത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ ബീറ്റ ലാക്ടം നമ്മുടെ മരുന്ന് ആക്ട് ചെയ്യുന്നതിന്റെ മുന്നേ മരുന്നിനെ ഡിലീറ്റ് ചെയ്ത് കളയും. മനസ്സിലായോ? ക്ലിയർ ആണോ? എളുപ്പമല്ലേ? എളുപ്പം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് റെസിസ്റ്റൻസ് വരുന്നത്. മനസ്സിലായി? ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഓരോരോ ആന്റിബയോട്ടിക്കിലേക്കായിട്ട് പോയാലോ? അപ്പൊ നമുക്കൊരു ബ്രോഡ് ആയിട്ടൊരു ഐഡിയ ഉണ്ടാകും എങ്ങനെയൊക്കെയാണ് നമുക്ക് ബാക്ടീരിയനെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് ഹൗ ടു കിൽ എ ബാക്ടീരിയ, എങ്ങനെയാണ് നമുക്ക് ബാക്ടീരിയനെ കൊല്ലാൻ പറ്റുക നമുക്ക് നോക്കാം. ഞാനൊരു ബാക്ടീരിയ പടം ഞാൻ വലുതായിട്ട് വരും. എന്താണ് ബാക്ടീരിയയുടെ സെൽ വാൾ? എന്താണ് സെൽ വാൾ? സെൽ വാൾ എന്ന് പറഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള സംഭവമാണ്. സെൽ വാൾ എന്ന് പറഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള സംഭവം. ബാക്ടീരിയ സെൽ വാൾ വരച്ചു അല്ലെ? ഇതിന്റെ ഉള്ളിലുള്ള ഇതെന്താണ്? സെക്കൻഡ് മെമ്പർ. ഇത് സെൽ വാൾ. ഇതിന്റെ ഉള്ളിലുള്ളത് സെൽ മെമ്പറൈൻ. ഇനി നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? ബാക്ടീരിയക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഫോളിക് ആസിഡ്. എന്താണ് ഫോളിക് ആസിഡ്? ഈ ബാക്ടീരിയക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ വേറെ എന്ത് വേണം? DNA വേണ്ടേ? ഈ DNA എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? mRNA അല്ലേ? ഈ mRNA എവിടേക്ക് പോകുന്നു? റൈബോസോമിന്റെ ഉള്ളിലേക്ക് പോകുന്നു. മെസ്സഞ്ചർ RNA. എന്താണ്? മെസ്സേജ് ആണ്. പ്രോട്ടീൻസ് ഉണ്ടാക്കാനുള്ള മെസ്സേജ് ആണ് mRNA കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത് റൈബോസോമിന്റെ ഉള്ളിലേക്ക് mRNA പോകും. ഈ റൈബോസോമിന്റെ ഉള്ളിലൂടെ പോകുമ്പോൾ പുറത്തേക്ക് നമുക്ക് എന്ത് കിട്ടുന്നു? പ്രോട്ടീൻസ് കിട്ടുന്നു. ഈ പ്രോട്ടീൻസ് ഉണ്ടെങ്കിലാണ് ബാക്ടീരിയയുടെ സെൽ വാളും സെൽ മെമ്പറിനും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇതെന്താണ്? ഈ ഒരു സംഭവം ഞാൻ വരച്ചത് എന്താണ്? ഇത് റൈബോസോംസ് ആണ്. എന്താണ്? റൈബോസോം. ഈ റൈബോസോമിന് ബാക്ടീരിയക്ക് 2 പാർട്ട് ഉണ്ട്. 50S സബ് യൂണിറ്റ് എന്ന് വിളിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ 30S സബ് യൂണിറ്റ് എന്ന് വിളിക്കും. എന്താണ്? mRNAക്ക് 2 പാർട്ടാണുള്ളത്. എന്താണ്? 50Sഉം 30Sഉം. ക്ലിയർ ആണോ? DNA നമുക്ക് എന്തുണ്ടാക്കുന്നു? mRNA മെസ്സേജ് ഉണ്ടാക്കുന്നു. ആ മെസ്സേജ് പോയിട്ട് എന്താണ്? പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ആ പ്രോട്ടീൻ എവിടെ നിന്നാണ് വരുന്നത്? റൈബോസോമിന്റെ ഉള്ളിൽ. mRNA റൈബോസോമിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് പ്രോട്ടീൻസ് വരുന്നത് അല്ലെ? ഈ പ്രോട്ടീൻസ് വേണം ബാക്ടീരിയയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബാക്ടീരിയനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് കിൽ ചെയ്യാൻ പറ്റും? ഒന്ന് നമുക്ക് സെൽ വാൾ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ബാക്ടീരിയനെ നമുക്ക് കിൽ ചെയ്തൂടെ അല്ലേ? കിൽ ചെയ്തൂടെ? സെൽ വാളിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. അതിന്റെ പേരാണ് ബീറ്റ ലാക്ടം ഡ്രഗ്സ്. അതായത് പെനിസിലിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ്. പിന്നെ സെൽ വാളിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സംഭവമാണ് വാൻകോമൈസിൻ.
വാൻകോമൈസിൻ. ഓക്കെ, ഫോളിക് ആസിഡ് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗിന്റെ പേരെന്താണ്? സൾഫോണമൈഡ്സ്. സൾഫോണമൈഡ്സ്. കോട്രൈമോക്സസോൾ. ഓക്കെ, ഇനി DNA mRNA ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് ഉണ്ട്. ആ ഡ്രഗിന്റെ പേരാണ് റിഫാംപിസിൻ. റിഫാംപിസിൻ. ഇനി 30S 50S നമ്മൾ പഠിച്ചില്ലേ? 30S 50S നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ 30S ഇൻഹിബിറ്റ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സ് ഉണ്ട്, 50S ഇൻഹിബിറ്റ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. നമ്മൾ 30S ഇൻഹിബിറ്റ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സിനെ പഠിക്കാം. 30S ഓഫ് റൈബോസോംസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന 30S ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ പേര് എങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ TEA. ഓക്കെ, എളുപ്പമാണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രാസൈക്ലിൻ. ടീം എന്ന് പഠിച്ചാൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രാസൈക്ലിൻ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോഗ്ലൈക്കോസൈഡ്സ്. ക്ലിയർ ആണോ? ഇത് റഫ് ഐഡിയക്ക് വേണ്ടി പറഞ്ഞാണ്, നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത്രയും മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓക്കെ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പേരുകളാണ്. ജസ്റ്റ് ഒന്ന് എവിടെയാണ് ആക്ട് ചെയ്യണത് ജസ്റ്റ് ഒന്ന് ഇപ്പൊ മനസ്സിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് സൾഫോണമൈഡ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യണോ? സൾഫോണമൈഡ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഈ ബീറ്റാ ലാക്ടത്തിന്റെ ഉള്ളിലുണ്ടല്ലോ, ഒന്ന് ക്ലിയർ ആക്കിക്കോട്ടെ. ഈ ബീറ്റാ ലാക്ടത്തിനുള്ളിൽ കുറെ ഡ്രഗ്സ്. ബീറ്റാ ലാക്ടം സ്ട്രക്ചർ, ബീറ്റാ ലാക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിംഗ് സ്ട്രക്ചർ ആണ് കേട്ടോ. ഈ റിംഗ് സ്ട്രക്ചറിൽ കുറെ ഡ്രഗ്സ്, അതിലൊന്ന് വരുന്നതാണ് പെനിസിൻ. ഓക്കെ, രണ്ടാമത് വരുന്നതാണ് സെഫലോസ്പോറിൻസ്. പിന്നെ കാർബാപീനം, മോണോബാക്ടം, ഇങ്ങനെ കുറച്ച് ഡ്രഗ്സ്. മോണോബാക്ടം, ഇങ്ങനെ കുറച്ച് ഡ്രഗ്സും കൂടി ഉണ്ട്. പക്ഷെ പെനിസിലിനും സെഫലോസ്പോറിൻസും എന്തായാലും പഠിച്ചിരിക്കും. എന്താണ് പെനിസിലിനും സെഫലോസ്പോറിൻസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. പിന്നെ ഇവിടെ ഫോളിക് ആസിഡ്. ഇപ്പൊ നമ്മൾ സൾഫോണമൈഡ്സിനെ പറ്റി പഠിക്കാൻ പോകും. സൾഫോണമൈഡ്സും കോട്രൈമോക്സസോളും ആദ്യം പഠിക്കാം. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്? സൾഫോണമൈഡ്സ്. ഈ സൾഫോണമൈഡ്സിൽ എന്തൊക്കെ ഡ്രഗ് ഉണ്ട് നമുക്ക് നോക്കാം. സൾഫോണമൈഡ്സിൽ നമുക്കുള്ളത് സൾഫാമെത്തോക്സസോൾ ഉണ്ട്. ഞാൻ ഓരോരോ ഡ്രഗ്സിന്റെ പേരാ പറയുന്നുള്ളൂ, കുറച്ച് അധികങ്ങളുണ്ട്. പിന്നെ നമ്മൾ ലോക്കലി ഇതെന്താണ് നമ്മൾ സിസ്റ്റമിക്കലി കൊടുക്കുന്ന ഒരു ഡ്രഗാണ്. സിസ്റ്റമിക്കലി കൊടുക്കാം. ഈ ലോക്കലി ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗ് ഉണ്ട്. ലോക്കലി നമ്മൾ ബേൺസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് കൊടുക്കാറ്? സിൽവർ സൾഫാഡയാസിൻ. സാർ ഒന്ന് മാക്സിമൈസ് ചെയ്യോ അത് എഴുതാൻ? സ്ക്രീൻ വല്ലായിരുന്നു. ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഇതാണോ ഉദ്ദേശിച്ചത്? ഇതാണോ സൂം ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ. ഓക്കെ, പിന്നെ സിസ്റ്റമിക്കലി ആക്ട് ചെയ്യുന്നതാണ് ലോക്കലി. ഈ സിസ്റ്റമിക്കലി ലോക്കലി ഒരുമിച്ച് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് അതാണ് സൾഫാസാലസിൻ. എന്താണ്? സൾഫാസാലസിൻ. എല്ലാ പേരും ഒരേമാതിരി ഇരിക്കും. സൾഫാമെത്തസോൾ, സൾഫാഡയാസിൻ. സൾഫാഡയാസിൻ ഓയിൻമെന്റ് ആണ്. സൾഫാമെത്തസോൾ നമ്മൾ ഓറലി കൊടുക്കുന്നതാണ്. സൾഫാസാലസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകത ഉണ്ട്. ഇത് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിനാണ് കൊടുക്കുന്നത്. ഈ സൾഫാസാലസിൻ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്. ഇത് ലോക്കലി ആക്ട് ചെയ്യുകയും ചെയ്യും, സിസ്റ്റമിക്കലി ആക്ട് ചെയ്യും. അതാണ് സൾഫാസാലസിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിക്കാം. നമ്മൾ പഠിക്കുമ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ. മെക്കാനിസം ഓഫ് ആക്ഷൻ. അപ്പൊ മെക്കാനിസം ഓഫ് ആക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോളിക് ആസിഡ് എങ്ങനെയാണ് ബാക്ടീരിയയിൽ ഉണ്ടാവുന്നതെന്ന് അറിയണം. അപ്പൊ ഫോളിക് ആസിഡ് ബാക്ടീരിയയിൽ ഉണ്ടാവണമെങ്കിൽ ബാക്ടീരിയയുടെ ഉള്ളില് PABA, പാരാ അമിനോ ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്ന സംഭവം, ഈ പാബ എന്ന് പറയുന്ന സംഭവം ഡൈഹൈഡ്രോ ഫോളിക് ആസിഡ് ആയി മാറും. എന്തായി മാറും? ഡൈഹൈഡ്രോ
ഡൈഹൈഡ്രോ ഫോളിക് ആസിഡ് ആയി മാറും. ഓക്കെ, ഈ ഡൈഹൈഡ്രോ ഫോളിക് ആസിഡ് ടെട്രാ ഹൈഡ്രോ ഫോളിക് ആസിഡ് ആയി മാറും. ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ഷോർട്ട് ഫോം DHFA, ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ഷോർട്ട് ഫോം THFA. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫോളിക് ആസിഡ്. ഈ ഫോളിക് ആസിഡ് ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ പാബേനെ ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരാണ് ഫോളേറ്റ് സിന്തറ്റേസ്. എന്താണ് ഫോളേറ്റ് സിന്തറ്റേസ്. ഓക്കെ, ഈ ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് കൺവേർട്ട് ചെയ്യുന്നതാണ് ഫോളേറ്റ് റിഡക്ടേസ്. ഓക്കെ, ഈ ഫോളേറ്റ് സിന്തറ്റേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗിന്റെ പേരാണ് സൾഫോണമൈഡ്സ്. അപ്പൊ സൾഫോണമൈഡ്സ് എവിടെ ആക്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ. എല്ലാ സൾഫോണമൈഡ്സും ആക്ട് ചെയ്യുന്നത് ഫോളേറ്റ് സിന്തറ്റേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ്. ക്ലിയർ ആണോ? ഇനി ഈ ഫോളേറ്റ് റിഡക്ടേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് ഉണ്ട്. അതിന്റെ പേരാണ് ട്രൈമെത്തോപ്രിം. ഇത് മനസ്സിലായോ? പാബേനെ DHFAയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഫോളേറ്റ് സിന്തറ്റേസ് വേണം. അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് എന്താണ്? സൾഫോണമൈഡ്സ്. ഈ DHFAനെ THFA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഫോളേറ്റ് റിഡക്ടേസ്. അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗിന്റെ പേര് എന്താണ്? ട്രൈമെത്തോപ്രിം. ഓക്കെ, ഇപ്പൊ ഈ സൾഫോണമൈഡിന്റെ, അതായത് ഈ സൾഫോണമൈഡിന്റെ നമ്മുടെ എക്സാമ്പിൾ, ഇപ്പൊ സൾഫോണമൈഡ് എല്ലാ ക്ലാസ്സിലും ഇപ്പൊ നമ്മൾ മുകളിൽ പഠിച്ച എല്ലാ ഡ്രഗ്സും ഫോളേറ്റ് സിന്തറ്റേസിനെ ഇൻഹിബിറ്റ് ചെയ്യാണ്, അല്ലെ? ഇതെല്ലാം സൾഫോണമൈഡ്സ് ആണ്. ഇപ്പോ സൾഫോമെത്തോക്സസോൾ, സൾഫോഡയാസിൻ എല്ലാം. അപ്പോ ഇവിടെ ഒരു കാര്യം ചോട്ടെ, സൾഫമെത്തോക്സസോൾ എന്താണ്? സൾഫമെത്തോക്സസോൾ ഇതാണ് മെയിൻ ഡ്രഗ്. സൾഫമെത്തോക്സസോളിന്റെയും ട്രൈമെത്തോപ്രിന്റെയും 5:1 റേഷ്യോയില് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ വിളിക്കുന്നതാണ് എന്ത് കോമ്പിനേഷൻ? എന്നോട് പറയാം. സൾഫമെത്തോക്സസോളും ട്രൈമെത്തോപ്രിമും നമ്മൾ എന്ത് റേഷ്യോയിലാണ് കൊടുക്കുന്നത്? 5:1 റേഷ്യോയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ വിളിക്കുന്നതാണ് കോട്രൈമോക്സ്. എല്ലാവരും കേട്ടിട്ടില്ലേ? അപ്പോ സൾഫോണമൈഡിന്റെ മെക്കാനിസം ഫോളേറ്റ് സിന്തറ്റേസ്. കോട്രൈമോക്സോളുടെ മെക്കാനിസം രണ്ടെണ്ണം ഉണ്ട്. ഫോളേറ്റ് സിന്തറ്റേസും ഫോളേറ്റ് റിഡക്ടേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സൾഫോണമൈഡ് എന്ന് പറഞ്ഞ ഡ്രഗ്, ഇപ്പൊ സൾഫോമെത്തോക്സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്ടീരിയനെ കൊല്ലില്ല, ഇത് ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കുള്ളൂ, പക്ഷെ കില്ല് ചെയ്യാൻ പറ്റില്ല. ബാക്ടീരിയ സ്റ്റാറ്റിക് ആണ്. ഈ ട്രൈമെത്രോപ്പിൻ എന്ന് പറയുന്ന സാധനം എന്താണ്? ബാക്ടീരിയ സ്റ്റാറ്റിക് ആണ്. മനസ്സിലായി? കൊല്ലാൻ പറ്റില്ല, പക്ഷെ ബാക്ടീരിയനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യും. പക്ഷെ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീരിയൽ ആയിട്ട് ബ്ലോക്ക് ചെയ്യല്ലേ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബിക്കം ബാക്ടീരിയോസൈഡൽ. മനസ്സിലായോ? ബാക്ടീരിയോസൈഡൽ ആയിരുന്നു. അതാണ് ഈ കോട്രൈമോക്സോളുടെ പ്രത്യേകത. ക്ലിയർ ആണോ? ഇത് എന്തൊക്കെ ഇൻഫെക്ഷൻ ആണ് കോട്രൈമോക്സോൾ കൊടുക്കാറില്ലേ? HIV പ്രൊഫൈലാക്സിസിനാണ്. HIV ട്രീറ്റ്മെന്റ് അല്ല, HIV പ്രൊഫൈലാക്സിസിനാണ് കൊടുക്കുന്നത്. HIV കാരണം കുറെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം, അത് വരാണ്ടിരിക്കാനായിട്ട് കോട്രൈമോക്സോൾ പ്രൊഫൈലാക്സ് കൊടുക്കാം. ഇത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൊടുക്കാം, റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ കൊടുക്കാം, അല്ലെ? കേട്ടോ, ഇങ്ങനെ കുറച്ച് ഡിസീസിന് ഇത് ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പാടില്ല. പ്രഗ്നൻസിയിൽ ഫോളിക് ആസിഡ് സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്ത് എന്താണ് പ്രശ്നം? കുട്ടികൾക്ക് ഫോളിക് ആസിഡ്, ഇപ്പൊ സ്പൈന ബൈഫിഡ, ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒക്കെ വരും. അപ്പൊ ഇത് പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അതൊക്കെ എന്താണ്? കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. കേട്ടോ, പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി കൊടുക്കാൻ പാടില്ല. കേട്ടോ, പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ
സൾഫമെത്തോക്സോക്സിൻ ഉണ്ടല്ലോ, സൾഫമെത്തോക്സോക്സിൻ. ഇത് നമ്മൾ കുട്ടികളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇതിന്റെ വേറൊരു പ്രശ്നം കൂടി പറയാം. ഇത് യൂറിന്റെ ഉള്ളിലുണ്ടല്ലോ, എക്സ്ക്രീറ്റ് ആവുമ്പോൾ ക്രിസ്റ്റൽസ് ആയിട്ടാണ് ചില സമയത്ത് എക്സ്ക്രീറ്റ് ആവുക. അപ്പൊ നമുക്കൊരു സംഭവം ഉണ്ട്, ക്രിസ്റ്റൽ യൂസ് ചെയ്യാം. ക്രിസ്റ്റൽ വരും. ഈ ക്രിസ്റ്റൽസ് ഒക്കെ നമ്മുടെ യൂറിനറി ട്രാക്ടിനുള്ളിലൂടെ പാസ് ചെയ്ത് എന്ത് വരും? ബ്ലഡ് വരും. അതിനെയാണ് നമ്മൾ വിളിക്കുക ഹെമറ്റൂറിയ. ബാക്ടീരിയ. അപ്പൊ ക്രിസ്റ്റലൂറിയ, ഹെമറ്റൂറിയ ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്ട്സ് ആണ്. പിന്നെ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേബീസിന് കൊടുക്കാൻ പാടില്ല. കുഞ്ഞു കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല. ബേബീസിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആൽബുമിന്റെ മേലെ നിന്ന് ബിലിറൂബിനെ ഡിസ്പ്ലേസ് ചെയ്യും. ബിലിറൂബിൻ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ ബിലിറൂബിൻ കൂടി വരും. ബിലിറൂബിൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിലിറൂബിൻ എവിടേക്ക് പോവാം? ബ്രെയിനിലേക്ക് പോകും. CNS ക്രോസ് ചെയ്തിട്ട് ബിലിറൂബിൻ ബ്രെയിനിലേക്ക് പോകും. ബ്രെയിനിലെ ബിലിറൂബിന്റെ ഡെപ്പോസിറ്റ് ആണ് ബിലിറൂബിൻ ഡെപ്പോസിഷൻ ഇൻ ബ്രെയിൻ വെൽ. അതിനെയാണ് നമ്മൾ കെർനിക്ടറസ് എന്ന് വിളിക്കുന്നത്. കെർനിക്ടറസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ബേബീസിലും കൊടുക്കാൻ പാടില്ല. സാറേ ഈ സൾഫനാമദാക്സിന്റെ കാര്യമാണ് പറയുന്നത്. എന്താണ്? സൾഫമെക്സസോളിന്റെ കാര്യം. ഓക്കെ. ഓക്കെ, ഇവിടെ നേരെ സൾഫമെക്സസോളിന്റെ കാര്യമാണ് പറയുന്നത്. കേട്ടോ? സൾഫമെക്സസോൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കോട്രമെക്സോളും കൊടുക്കാൻ പാടില്ല. ആരായാലും സൾഫമെക്സസോൾ ഉണ്ടല്ലോ. കേട്ടോ? ഇനി നമുക്ക് ഇതെന്താ ചെയ്യാം? ഓക്കെ, ഇവിടെ ഒരു ഡയഗ്രാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡ്രഗ് മാത്രമേ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? ഈ ഒരു ഡയഗ്രാമിൽ ഫസ്റ്റ് ഫോളിക് ആസിഡിന്റെ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്ന കാര്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ DNA മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ആന്റി ക്യാൻസർ ഡ്രഗ്സ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാം. DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഇത് DNA ആണല്ലോ. ഇത് DNA ആണല്ലോ. ഈ DNA റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ DNA രണ്ടും സ്പ്ലിറ്റ് ആവും. DNA ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. ഇങ്ങനെ ഓപ്പൺ ചെയ്താലേ DNAക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? DNA ഇങ്ങനെ ഓപ്പൺ ചെയ്യും. DNA ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് എൻസൈംസ്, കുറെ എൻസൈംസ് അതിനെ വിളിക്കുന്നതാണ് ടോപ്പോ ഐസോമറേസ്. ഈ ടോപ്പോ ഐസോമറേസ് എൻസൈം ഉണ്ടെങ്കിൽ മാത്രമാണ് DNA നല്ല രീതിയിൽ ഓപ്പൺ ചെയ്ത് വരുള്ളൂ. അല്ലെങ്കിൽ സ്ട്രാൻഡ്സ് വരും, DNA കോയിലായി പോകും. ഈ ടോപ്പോ ഐസോമറേസ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഈ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണെങ്കിൽ DNA എന്തായിരിക്കും? കോയിലായിട്ടിരിക്കും. പിന്നെ കോയിലായിട്ടിരുന്ന് കഴിഞ്ഞാൽ DNAക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. DNAക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സെൽ ഡിവിഷൻ നടക്കില്ല. മനസ്സിലായി? ഈ ടോപ്പോ ഐസോമറേസ് എന്ന് പറഞ്ഞൊരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് പഠിക്കാം. അത് പഠിക്കാനായിട്ട് നമ്മൾ ഫ്ലൂറോക്വിനോൺസ് കേട്ടിട്ടുണ്ടോ? ഫ്ലൂറോക്വിനോൺസ്. മലയാളി. ഫ്ലൂറോക്വിനോൺസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിപ്രോഫ്ലോക്സസിൻ. ഈ ഫ്ലോ വരുന്ന ഡ്രഗ്സ് ഒക്കെ ഫ്ലൂറോക്വിനോൺസ് ആണ്. സിപ്രോഫ്ലോക്സസിൻ. പിന്നെ എന്തൊക്കെയാണ്? ലീവോഫ്ലോക്സസിൻ, മോക്സിഫ്ലോക്സസിൻ. വെരി ഗുഡ്. മോക്സിഫ്ലോക്സസിൻ. ഇതൊക്കെയാണ് ഇതിന്റെ ഡ്രഗ്സ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഗ്രാം പോസിറ്റീവിനും ഗ്രാം നെഗറ്റീവിനും വ്യത്യസ്ത രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഇത് ഗ്രാം പോസിറ്റീവിന്റെ മേലെയാണെങ്കിൽ ടോപ്പോ ഐസോമറേസ് 4 എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. ടോപ്പോ ഐസോമറേസ് 4-നെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഗ്രാം നെഗറ്റീവിലാണെങ്കിൽ എന്താണ്? ടോപ്പോ ഐസോമറേസ് 2-നെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. എന്തിനെ ഇൻഹിബിറ്റ് ചെയ്താലും ടോപ്പോ ഐസോമറേസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ടോപ്പോ ഐസോമറേസിനെ ഇൻഹിബിറ്റ് ചെയ്ത് എന്തുണ്ടാവും? DNA എന്തായി മാറും? DNA കോയിൽ ചെയ്യാൻ തുടങ്ങും. DNA കോയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ DNA റെപ്ലിക്കേഷൻ നടക്കും? ഇല്ലല്ലോ, റെപ്ലിക്കേഷൻ നടക്കില്ല. DNA റെപ്ലിക്കേഷൻ നടക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ ബാക്ടീരിയോസൈഡൽ ഡ്രഗ്. ഇതാണ് ഫ്ലൂറോക്വിനോൺസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഓക്കെ, അപ്പൊ ഫ്ലൂറോക്വിനോൺസിന്റെ യൂസസ് എന്തായിരിക്കും? യൂസസ് ഇതേമാതിരി തന്നെ STDയുടെ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ സിപ്രോഫ്ലോക്സസിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഇൻഫെക്ഷൻ കൊടുക്കാറുണ്ട്. അതേമാതിരി തന്നെ ടൈഫോയിഡിന് കൊടുക്കാറുണ്ട് അല്ലെ? ടൈഫോയിഡിന് സിപ്രോഫ്ലോക്സസിൻ കൊടുക്കാറുണ്ട്. പിന്നെ ആന്ത്രാക്സിന്റെ ട്രീറ്റ്മെന്റ് UTIക്ക് കൊടുക്കാറുണ്ട്, ആന്ത്രാക്സിന് കൊടുക്കാറുണ്ട്. കേട്ടോ? ഇതിന്റെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ പഠിക്കണം. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ
അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, ADR. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എന്തൊക്കെയായിരിക്കും? ഇത് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടീനോസൈനോവൈറ്റിസ്. ടീനോസൈനോവൈറ്റിസ് അതായത് ടെൻഡണും ജോയിന്റും കൂടിയുള്ള സ്ഥലത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം, ടീനോസൈനോവൈറ്റിസ്. അതുമാതിരി തന്നെ നമ്മുടെ ടെൻഡന്റെ റപ്ചർ ഉണ്ടാക്കാം. ടെൻഡൻ റപ്ചർ നമ്മുടെ കാലുമേലത്തെ അക്കിലിസ് ടെൻഡൻ ഉണ്ടല്ലോ, കൂട്ടിലത്തെ ഇവിടുത്തെ ടെൻഡൻ അക്കിലിസ് ടെൻഡൻ. ഈ അക്കിലിസ് ടെൻഡനൊക്കെ ബ്രേക്ക് ടെൻഡൻ റപ്ചർ ഉണ്ടാവും. ടെൻഡൻ റപ്ചർ എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ. പിന്നെ ഇത് എന്തുണ്ടാക്കാം? ഹാലൂസിനേഷൻസ് ഉണ്ടാക്കാം, സീഷേഴ്സ് ഉണ്ടാക്കാം. ഇതൊക്കെയാണ് സ്പെസിഫിക് സൈഡ് എഫക്ട്സ്. കേട്ടോ, മനസ്സിലായോ? ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ഇപ്പൊ നമ്മളിത് പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് ബീറ്റ ലാക്ടം അനിമാറ്റിക്സ്. എന്താണ് ബീറ്റ ലാക്ടം? ബീറ്റ ലാക്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു ക്ലാസ് ആണ് ബീറ്റ ലാക്ടം. പക്ഷെ വളരെ എളുപ്പമാണ്. ബീറ്റ ലാക്ടത്തിന്റെ പ്രിമിറ്റീവ് ഡ്രഗ് ഏറ്റവും ഫസ്റ്റ് കണ്ടുപിടിച്ച ഡ്രഗ് എന്താണ്? പെനിസിലിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ബീറ്റ ലാക്ടസിന്റെ എല്ലാത്തിന്റെയും മെക്കാനിസം ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് ബാക്ടീരിയക്ക് സെൽ വോൾ ഉണ്ട് അല്ലെ? ബാക്ടീരിയയുടെ സെൽ വോൾ എന്താണ്? സെൽ. ഈ സെൽ വാള് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. സെൽ വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഈ പെപ്റ്റിഡോഗ്ലൈക്കന്റെ കമ്പോസിഷൻ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സംഭവങ്ങളുണ്ട്. N-acetyl muramic acid. N-acetyl muramic ആസിഡിന്റെ ഒരു ചെയിൻ ഇങ്ങനെ ഉണ്ടാവും. അതുമാതിരി തന്നെ ഇതിന്റെ കൂടെ N-acetyl NAG എന്ന് പറഞ്ഞൊരു കമ്പൗണ്ട് ഉണ്ടാവും. ഓക്കെ, N-acetyl muramic ആസിഡും NAG ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ NAM ഉം NAG മൾട്ടിപ്പിൾ ചെയിൻസ് ആണ് ഇങ്ങനെ ഉണ്ടാവും. NAG മൾട്ടിപ്പിൾ ചെയിൻ ഉണ്ട്. N-acetyl muramic ആസിഡ്, N-acetyl glycine ആണെന്ന് തോന്നുന്നു കേട്ടോ. N-acetyl glycine, N-acetyl muramic ആസിഡ്. ഓക്കെ, NAM NAG ഇങ്ങനെ കുറെ ചെയിൻസ് ആണ് ഉള്ളത്. ഇതാണ് സെൽ വാളിന്റെ മെയിൻ കമ്പോണന്റ്. ഈ സെൽ വാളിനെ സ്റ്റേബിലൈസ് ചെയ്യുന്ന ഇങ്ങനെ കുറെ ചെയിൻസ്. ഇതൊരു ചെയിൻ, ഇത് ഫസ്റ്റ് ചെയിൻ ആണ്. ഓക്കെ, ഇത് സെക്കൻഡ് ചെയിൻ ആണ്. ഇതിങ്ങനെ ചെയിൻസ് ആയിട്ടുണ്ട്. ഈ ചെയിൻസിന് രണ്ടെണ്ണത്തിന് കൂടിയിട്ട് ക്രോസ് ലിങ്ക് ചെയ്യുന്ന, രണ്ടിനും കൂടി ലിങ്ക് ചെയ്യുന്ന ഒരു കണക്ഷൻ ഉണ്ടാവും. ക്രോസ് ലിങ്ക് ഇങ്ങനെയാണ് വിളിക്കുന്നത്, ക്രോസ് ലിങ്ക്. ഈ ക്രോസ് ലിങ്ക് ചെയ്യണമെങ്കിൽ, രണ്ടിനും ഒരുമിച്ച് പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്കൊരു എൻസൈം വേണം. എൻസൈമിന്റെ പേരെന്താണ്? ട്രാൻസ്പെപ്റ്റിഡേസ്. ഇതാണ് നമുക്ക് പഠിക്കേണ്ട സാധനം. ട്രാൻസ്പെപ്റ്റിഡേസ്. എന്താണ്? ട്രാൻസ്പെപ്റ്റിഡേസ്. ഈ ട്രാൻസ്പെപ്റ്റിഡേസിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽ വാള് ഒരുമിച്ചിരിക്കില്ല, അത് ഡിസ്ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പൊട്ടിപ്പോയി. അപ്പൊ നമ്മുടെ പെനിസിലിൻ എന്ന് പറയുന്ന ഡ്രഗ്, നമ്മുടെ പെനിസിലിൻ എന്താ ചെയ്യുന്നത്? പെനിസിലിന്റെ ഉള്ളിൽ എന്തുണ്ട്? ബീറ്റ ലാക്ടം റിംഗ് ഉണ്ട് അല്ലെ? ഈ ബീറ്റ ലാക്ടം റിംഗ് എന്ത് ചെയ്യും? ഈ ട്രാൻസ്പെപ്റ്റിഡേസിനെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യും. ഈ ട്രാൻസ്പെപ്റ്റിഡേസിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ സെൽ വാൾ എന്തുണ്ടാവും? സെൽ വാൾ ഭയങ്കര ലൂസായി പോകും അല്ലെ? ലൂസായി പോയി കഴിഞ്ഞാൽ ബാക്ടീരിയ ബേസ്റ്റ് ആയി പോകും. ബാക്ടീരിയ പൊട്ടിത്തെറിച്ചു. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, അപ്പൊ ബീറ്റ ലാക്ടം എന്താ ചെയ്യുന്നത്? എല്ലാ ബീറ്റ ലാക്ടം ഡ്രഗ്സ് എന്താ ചെയ്യുന്നത്? ബാക്ടീരിയ സെൽ വാളിലത്തെ ട്രാൻസ്പെപ്റ്റിഡേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, NAG NAMന്റെ കുറെ പോളിമേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ട്രാൻസ്പെപ്റ്റിഡേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എടുക്കുന്നതായിരിക്കും. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എടുക്കുന്നത്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലേക്ക് ഒരു 50 to 100 ലെയേഴ്സ് ഉണ്ട്. എന്ത്? നമ്മുടെ സെൽ വാൾ. ഓക്കെ, ഗ്രാം നെഗറ്റീവ് എടുക്കുമ്പോൾ അതിന് 2 to 3 ലെയേഴ്സ് വരും സെൽ വാൾ. അപ്പൊ ഞാൻ ബീറ്റ ലാക്ടം ഡ്രഗ് കൊടുക്കുകയാണ്. ഇതിനാണോ കൂടുതൽ എഫക്റ്റീവ് ആവുക? ഗ്രാം നെഗറ്റീവിനാണോ കൂടുതൽ എഫക്റ്റീവ് ആവുക? Gram negative. ഗ്രാം നെഗറ്റീവിന്. അല്ല, ഗ്രാം നെഗറ്റീവിന് ചെറിയ സെൽ വാളിലായാലും സർവൈവ് ചെയ്യാൻ പറ്റും.
അങ്ങനെയുള്ള ഗ്രാം നെഗറ്റീവ് 2 to 3 ലെയേഴ്സിന് സർവൈവ് ചെയ്യും. പക്ഷെ ഗ്രാം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ 50 to 100 ലെയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു ബീറ്റാലാക്ടം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽ വാൾ മൊത്തം പോവും. ഇതിന്റെ 95% പോവും. ഈ ബാക്ടീരിയ പെട്ടെന്ന് പൊട്ടിത്തെറിയും. അപ്പൊ ഈ ഒരു ബാക്ടീരിയയാണ് കൂടുതൽ വൾണറബിൾ. ഈ ഗ്രാം പോസിറ്റീവിനാണ് ബീറ്റാലാക്ടം ഡ്രഗ്സ് കൂടുതൽ സെൻസിറ്റീവ്. ക്ലിയർ ആണോ? Okay, sir. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മൾ ബീറ്റാലാക്ടം ഡ്രഗ്സ് കൊടുക്കുമ്പോൾ, എസ്പെഷ്യലി പെനിസിലിൻ സെഫലോസ്പോഡിൻസ് കൊടുക്കുമ്പോൾ നമുക്ക് പ്രോബെനിസിഡ് എന്ന് പറഞ്ഞ ഡ്രഗ്, പ്രോബെനിസിഡ്. ഓക്കെ. ഈ പെനിസിലിൻ കൊടുക്കുമ്പോൾ യൂറിനിൽ കൂടെയാണ് യൂറിനിലേക്ക് എക്സ്ക്രീറ്റ് ചെയ്യണം, അല്ലെ? പ്രോബെനിസിഡ് എന്ത് ചെയ്യണം? യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യണം. പക്ഷെ ഈ പ്രോബെനിസിഡ് കോമ്പീറ്റ് ചെയ്യും. പ്രോബെനിസിഡ് കമ്പീറ്റ്സ് വിത്ത് പെനിസിലിൻ ഫോർ എക്സ്ക്രീഷൻ. ഇപ്പൊ പെനിസിലിന് യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പ്രോബെനിസിഡും എക്സ്ക്രീറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ നമ്മൾ പെനിസിലിന്റെ കൂടെ പ്രോബെനിസിഡ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും കോമ്പീറ്റ് ചെയ്യാണ് എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ട്. പെനിസിലിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും സ്ട്രെങ്ത്തും കൂടും. കാരണം പുറത്തേക്ക് പോകുന്നില്ല, യൂറിനിലൂടെ പോകുന്നില്ല. കാരണം പ്രോബെനിസിഡ് കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പെനിസിലിന്റെ ബ്ലഡിലത്തെ കോൺസെൻട്രേഷൻ കൂടും. ബ്ലഡിലത്തെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ പെനിസിലിന്റെ ആക്ഷനും കൂടും. ക്ലിയർ ആണോ? സാറേ അതൊന്നും കൂടി പറയാമോ? പ്രോബെൻസിഡിന്റെ ഒന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ബ്ലഡിൽ പെനിസിലിൻ ഉണ്ട്. ഇത് നമ്മുടെ കിഡ്നിയിലേക്ക് എത്തണം, അല്ലെ? കിഡ്നിയിലേക്ക് എത്തിയിട്ട് നമ്മൾ കിഡ്നിയിൽ യൂറിനിലേക്ക് പോകണം, അല്ലെ? എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പെനിസിലിനാന്ന് വിചാരിക്കാം, ഇത് പ്രോബെനിസിഡ് ആണെന്ന് വിചാരിക്കും. ഇത് രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് കൂടിയാണ് എക്സ്ക്രീറ്റ് ചെയ്യാൻ നോക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പെനിസിലിൻ ഒറ്റയ്ക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ 100 പെനിസിലിൻ പുറത്തേക്ക് പോകുന്നുണ്ടോ? പക്ഷെ പ്രോബെനിസിഡ് കൊടുത്തു കഴിഞ്ഞാൽ 50 പ്രോബെനിസിഡ് പോകും, 50 പെനിസിലിൻ. കാരണം ലിമിറ്റഡ് നമ്പർ ഓഫ് ചാനൽസേ ഉള്ളൂ പുറത്തേക്ക് പോകാനായിട്ട്. ക്ലിയർ ആണോ? ക്ലിയർ സർ, താങ്ക് യു. എളുപ്പമല്ലേ? അപ്പൊ പ്രോബെനിസിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ കൂട്ടാനായിട്ട് പ്രോബെനിസിഡ് കൊടുക്കാറ്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാനുള്ളത്, അപ്പൊ മെയിൻ ആയിട്ടുള്ള സംഭവം പെനിസിലിൻ. നോക്കും. ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പെനിസിലിൻ എന്താണ്? പെനിസിലിൻ ജി. ഓക്കെ. ഈ പെനിസിലിൻ ജി എന്ന് പറയുന്ന സാധനം റാപ്പിഡ്ലി ആക്ടിങ്. ഓക്കെ. റാപ്പിഡ്ലി ആക്ടിങ്. അപ്പൊ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ് വിചാരിക്കുക. സിമ്പിൾ ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ നമ്മൾ കോൺസെൻട്രേഷൻ, ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ എവിടെ? ബ്ലഡിൽ, പ്ലാസ്മയിലുള്ള ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ, ഇതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, മണിക്കൂറുകൾ എത്ര ഉണ്ടെന്ന് നോക്കാം. നമ്മൾ പെനിസിലിൻ ജി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കൂടും, പെട്ടെന്ന് കുറയും. എല്ലാ ഇൻഫെക്ഷനും നമുക്ക് പെനിസിലിൻ ജി കൊടുക്കാൻ പറ്റും. പെനിസിലിൻ ജി ഇൻഫെക്ഷൻ ആയിട്ടാണ് കൊടുക്കേണ്ടത്. എല്ലാ ഇൻഫെക്ഷനും പെനിസിലിൻ ജി കൊടുക്കാൻ പറ്റും. ഇതൊരു 3-4 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ആക്ട് ചെയ്യും. അപ്പോൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ നന്നായി കൂടി അപ്പൊ തന്നെ കുറഞ്ഞു. 3-4 മണിക്കൂറെ ആക്ട് ചെയ്യുന്നു, അല്ലെ? അപ്പൊ ഇത് മാറ്റാനായിട്ട് നമ്മൾ കുറച്ച് ലോങ്ങർ ആക്ടിങ് പെൻസിലിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ലോങ്ങർ ആക്ടിങ് പെൻസിലിൻസിന് നമ്മൾ വിളിക്കുന്നതാണ് ഡീപോട്ട് പ്രിപ്പറേഷൻസ്. എന്താണ് ഡീപോട്ട് പ്രിപ്പറേഷൻസ് ഓഫ് പെൻസിലിൻ? ഡീപോട്ട് പ്രിപ്പറേഷൻ ആയിട്ട് നമുക്ക് വരുന്നത് എന്താണ്? എല്ലാവരും കേട്ടിട്ടുണ്ടോ? പ്രൊക്കെയിൻ, പെനിസിലിൻ ജി. പ്രൊക്കെയിൻ എന്ന് പറഞ്ഞ മോളിക്യൂളായിട്ട് നമ്മൾ പെനിസിലിൻ ജീന് കൊടുക്കുന്നു. പിന്നെയുള്ളതാണ് ബെൻസാത്തിൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻസാത്തിൻ, പെനിസിലിൻ ജി. ഓക്കെ. ഈ പ്രൊക്കെയിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡ്യൂറേഷൻ കിട്ടും. അതായത് ഒരു 12 to 24 hours കിട്ടും. എന്ത് പ്രൊക്കെയിൻ കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷെ ബെൻസാത്തിൻ കൊടുത്തു കഴിഞ്ഞാലും ബെൻസാത്തിന് വളരെ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ലാസ്റ്റ് ഫോർ 3 to 4 weeks. ഇൻട്രാമസ്കുലർ ഇൻജെക്ഷൻ ആയിട്ട് കൊടുത്ത 3 to 4 weeks. അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലേ റൂമാറ്റിക് ഹാർട്ട് ഡിസീസിലുള്ള ആൾക്കാർക്ക് മാസത്തിൽ 1 month ഒരിക്കൽ പെനിസിലിൻ ഇൻജെക്ഷൻ എടുക്കണം, അല്ലെ? പെനിസിലിൻ ഇൻജെക്ഷൻ എടുക്കണം 20-24 years വരെ ഇൻട്രാമസ്കുലർ ആയിട്ട്. അങ്ങനെ കൊടുക്കുന്ന പെൻസിലിനാണ് ബെൻസാത്തിൻ പെൻസിലിൻ ജി, അല്ലെങ്കിൽ ബെൻസാത്തിൻ പെൻസിലിൻ. ക്ലിയർ ആണോ? ഡിപ്പോട്ട് പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? പെൻസിലിൻ ജി ഭയങ്കര റാപ്പിഡ്ലി ആക്ടിങ് ആണ്. പക്ഷെ നമ്മൾ അത് പെട്ടെന്ന് കൂടിയിട്ട് പെട്ടെന്ന് കുറഞ്ഞു പോകും, അല്ലെ? പക്ഷെ പ്രൊക്കെയിൻ പെൻസിലിൻ ജിയും ബെൻസാത്തിനും പെൻസിലിൻ ജിയും ലോങ് ആക്ടിങ് ആണ്.
ലോങ്സ്റ്റ് ആക്ടിങ് ഏതാണ്? Penicillin. ബെൻസാത്തിൻ പെൻസിലിൻ. ഓക്കെ, ഇതാണ് ഇത് നാച്ചുറൽ പെൻസിലിനാണ് അല്ലെ. നാച്ചുറൽ പെൻസിലിന് കുറച്ച് മോളിക്യൂഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്, കൂടുതലും ഗ്രാം പോസിറ്റീവിനാണ് ആക്ട് ചെയ്യുന്നത്, ഗ്രാം നെഗറ്റീവിനെക്കാട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മനുഷ്യന്മാർ എപ്പോഴും ഇങ്ങനെ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതിന് കുറച്ച് സെമി സിന്തറ്റിക് കുറച്ച് മോഡിഫിക്കേഷൻ കൊടുത്തു. എന്താണ് സെമി സിന്തറ്റിക് ആയിട്ട് കുറച്ച് പെൻസിലിൻസ് ഉണ്ടായി, സിന്തറ്റിക് മോഡിഫിക്കേഷൻസ് കൊടുത്തു. സെമി സിന്തറ്റിക് ആയിട്ട് കുറച്ച് മോഡിഫിക്കേഷൻ. ഈ മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി ഈ പെൻസിലിനൊക്കെ എന്താണ് ഇഞ്ചക്റ്റബിൾ ആയിട്ട് നമ്മൾ നേരത്തെ കൊടുക്കാൻ പറ്റും. നമുക്ക് ഓറലി പെൻസിലിൻ കൊടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ആസിഡ് പെൻസിലിനെ ഡിഗ്രേഡ് ചെയ്ത് കളയും. അപ്പൊ നമുക്ക് എന്തുണ്ടാക്കണം, നമുക്കൊരു പുതിയ ടൈപ്പ് പെൻസിൽ ഉണ്ടാക്കണം. അതെന്താണ്, ആസിഡ് റെസിസ്റ്റന്റ് പെൻസിൽ. ഗ്യാസ്ട്രിക് ആസിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പെൻസിൽ ഉണ്ടാക്കണം, ആസിഡ് റെസിസ്റ്റന്റ് പെൻസിൽ. അങ്ങനെ ഉണ്ടാക്കുന്ന പെൻസിലിന്റെ പേരാണ് പെനിസിലിൻ വി. പെനിസിലിൻ വി ആണ് നമുക്ക് ആസിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പെൻസിൽ. മനസ്സിലായോ? ഇനി നമ്മൾ എന്താണ്, പെൻസിലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മളൊരു പെൻസിലിൻ കൊടുത്തു നിൽക്കുക, പെൻസിലിൻ എന്താണ്, ബീറ്റാ ലാക്ടം ഉണ്ട്. ഈ ബീറ്റാ ലാക്ടം ബാക്ടീരിയയുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ബാക്ടീരിയ മരിക്കും. പക്ഷെ ചില ബാക്ടീരിയ എന്തുണ്ടാക്കും, ചില ബാക്ടീരിയ ഒരു എൻസൈം ഉണ്ടാക്കും. എൻസൈമിന്റെ പേരെന്താണ്, ബീറ്റാ ലാക്ടമേസ്. ബീറ്റാ ലാക്ടമേസ് ഉണ്ടാക്കി എന്തുണ്ടാവും, ഈ പെൻസിലിന് ഇല്ലാണ്ടാക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബീറ്റാ ലാക്ടമേസിന് ഇല്ലാണ്ടാക്കാനായിട്ട് നമ്മൾ പുതിയൊരു സംഭവം ഉണ്ടാക്കും, ബീറ്റാ ലാക്ടമേസ് റെസിസ്റ്റന്റ്. എന്താണ്, ബീറ്റാ ലാക്ടമേസിന് എതിരെ പ്രതിരോധിക്കാൻ പറ്റുന്ന ബീറ്റാ ലാക്ടമേസ് റെസിസ്റ്റന്റ് പെൻസിലിൻ അല്ലേ. ഈ ബീറ്റാ ലാക്ടമേസിനോട് കൊല്ലാൻ കഴിവുണ്ടെങ്കിൽ സുഖമായിട്ട് ബാക്ടീരിയ ഉള്ളിലേക്ക് കയറിക്കൂടെ. അപ്പൊ ബീറ്റാ ലാക്ടമേസ് റെസിസ്റ്റന്റ് പെൻസിലിൻ ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന പെൻസിലിന്റെ പേരാണ് എന്തായാലും പഠിക്കണേ, മെത്തിസിലിൻ, ക്ലോക്സാസിലിൻ. ഓർത്തോലൊക്കെ യൂസ് ചെയ്യാറില്ലേ ക്ലോക്സാസിലിൻ, ഡൈക്ലോക്സാസിലിൻ, ഡൈക്ലോക്സാസിലിൻ. ഓക്കെ, എന്തൊക്കെയാണ്, മെത്തിസിലിൻ, ക്ലോക്സാസിലിൻ, ഡൈക്ലോക്സാസിലിൻ. ഇതെന്ത് ഡ്രഗ്സ് ആണ്, ബീറ്റാ ലാക്ടമേസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പെൻസിലിൻ ആണ്. ക്ലിയർ ആണോ? Clear, sir. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്, സിംപ്ലി ഗ്രാം പോസിറ്റീവിനല്ലേ കൂടുതൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി കവറേജ് കൂട്ടണം ബാക്ടീരിയ. അപ്പൊ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് എക്സ്റ്റെൻഡഡ് കവറേജ്, അതായത് വേറെ ഓർഗാനിസത്തിനും കൂടി കവർ ചെയ്യാൻ കഴിവുള്ള കുറച്ച് പെൻസിലിൻ നമ്മൾ ഉണ്ടാക്കണം. അതിനാണ് എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെൻസിൽ. പെൻസിലിന്റെ സ്പെക്ട്രം അങ്ങോട്ട് കൂട്ടി, ഇപ്പൊ ഗ്രാം പോസിറ്റീവിനെ മാത്രമല്ല ഗ്രാം നെഗറ്റീവ്, എനേറോബ്സ്, അങ്ങനെ ബാക്കിയുള്ള ഗ്രൂപ്പിനെയും കൂടി കവർ ചെയ്യാനുള്ള ശക്തി നമ്മൾ കൊടുക്കും. എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെൻസിലിൻസ്. എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെൻസിലിന്റെ ഉള്ളില് കുറച്ച് ക്ലാസ് ഉണ്ട്. എക്സ്റ്റെൻഡഡ് സ്പെക്ട്രത്തിന്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന എന്തൊക്കെയാണെങ്കിൽ, ഫസ്റ്റ് വരുന്നത് നമ്മൾ കുറച്ച് അമിനോ ആസിഡ് കൊടുക്കും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് അമിനോ പെൻസിൽ. അമിനോ പെൻസിലിൻസ്. അമിനോ പെൻസിലിൻ വരുന്നത് എന്താണ്, രണ്ടെണ്ണമാണ് മെയിൻലി വരുന്നത്. ഒന്ന് ആംപെസിലിൻ, നമ്മൾ യൂഷ്വലി കൊടുക്കാറില്ലല്ലേ, അമോക്സിസിലിൻ. ആംപെസിലിൻ, അമോക്സിസിലിൻ, അമിനോ പെൻസിലിൻസ് രണ്ടും എ വെച്ച് തുടങ്ങി. നമുക്ക് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, കാർബോക്സി പെൻസിലിൻസ്. കാർബോക്സി ഗ്രൂപ്പ് കൊടുക്കും, കാർബോക്സി പെൻസിലിൻസ്. കാർബോക്സി പെൻസിലിൻസിലാണ് കാർബെനിസിലിനും ടിക്കാസിലിനും. കാർബെനിസിലിൻ ആൻഡ് ടിക്കാസിലിൻ. പിന്നെ വരുന്നതാണ് യുറിഡിയോ പെൻസിലിൻ. യുറിഡിയോ പെൻസിലിൻസ്. യുറിഡോ പെൻസിലിൻസിൽ വരുന്നതാണ്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, പിപ്പറാസിലിൻ അല്ലെ. പിപ്പറാസിലിൻ, മെസ്ലോസിൻ.
ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ പെൻസിലിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. സെമി സിന്തറ്റിക് ആയിട്ട് നമ്മൾ ആസിഡ് റെസിസ്റ്റന്റ് ഉണ്ടാക്കി, അതിനാണ് പെൻസിലിൻ ബി എന്ന് വിളിക്കുന്നത്. ബീറ്റ ലാക്ടമേസിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന പെൻസിലിൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ മെത്തിസിലിൻ, ക്ലോക്സാസിലിൻ, ഡൈക്ലോക്സാസിലിൻ എന്ന് വിളിക്കുന്നത്. പിന്നെ എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെൻസിലിൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് അമിനോ പെൻസിലിൻ, അതിലാണ് ആംപിസിലിൻ, അമോക്സിസിലിൻ. കാർബോക്സി പെൻസിലിൻസിന്റെ അണ്ടറിൽ വരുന്നതാണ് കാർബെനിസിലിൻ, ടിക്കാർസിലിൻ. പിന്നെ യുരിഡോ പെൻസിലിൻസിന്റെ അടിയിൽ വരുന്നതാണ് പിപ്പറാസിലിൻ, മെസ്ലൂസിലിൻ. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. സാറേ അതൊന്നും കൂടി വായിക്കോ സാറേ. അമിനോ പെൻസിലിൻ, അമിനോ പെൻസിലിൻ ക്ലിയർ ആവുന്നില്ല? അമിനോ പെൻസിലിൻ അമിനോ പെൻസിലിൻ വരുന്നതാണ് ആംപിസിലിൻ, അമോക്സിസിലിൻ. കാർബോക്സി പെൻസിലിനുള്ളിൽ വരുന്നതാണ് കാർബെനിസിലിൻ, ടിക്കാർസിലിൻ. പിപ്റ്റാസിലിൻ, ടിക്കാർസിലിൻ വേറെയുള്ള ടിക്ക, TICARCILLA, ടിക്കാർസിലിൻ. പിന്നെ യുരിഡോ പെൻസിൽസിന്റെ ഇടയിൽ വരുന്നതാണ് പിപ്പറാസിലിൻ, മെസ്ലോസിലിൻ. നമ്മൾ പിപ്റ്റാസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? പിപ്പറാസിലിൻ പ്ലസ് ടെസോബാക്ടർ. ടെസോബാക്ടറെ പറ്റി ഞാൻ പറയാം. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇന്ന് നമ്മളിപ്പോ എല്ലാത്തിനും ബീറ്റ ലാക്ടമേസിനെതിരെയുള്ള ആക്ഷൻ ഉണ്ടോ? എല്ലാത്തിനും ബീറ്റ ലാക്ടമേസിന് ഇല്ല. ഇപ്പൊ ഈ മെത്തിസിലിൻ റെസിസ്റ്റന്റ് ഒക്കെ ആയില്ലേ? അതായത് മെത്തിസിലിൻ റെസിസ്റ്റന്റ് വന്നു തുടങ്ങി, അത് വേറെ റെസിസ്റ്റൻസ് ആണ്. ബീറ്റ ലാക്ടമേസിന് എതിരെ പ്രതികരിക്കാനായിട്ട് എല്ലാവർക്കും കഴിവുണ്ടോ? നമ്മൾ ഈ ഗ്രൂപ്പിന് മാത്രമല്ല ബീറ്റ ലാക്ടമേസിന് എതിരെ പ്രതികരിക്കാനായിട്ട് കഴിവുള്ളത്. അല്ല, ഈ ഗ്രൂപ്പിനല്ലേ ഉള്ളൂ. ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ എല്ലാത്തിനും ഇതിനുള്ള കഴിവില്ലല്ലോ. എന്തിനുള്ള കഴിവില്ല? ഈ ബീറ്റ ലാക്ടമേസിന് എതിരെ പ്രതികരിക്കാൻ കഴിവില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മൾ പഠിക്കുന്നതാണ്, നമ്മൾ കുറച്ചൊരു ഡ്രഗ്സിനെ പഠിക്കും, അതിനെയാണ് നമ്മൾ പഠിക്കുന്നത് ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തോട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യണം. സോറി. ഇപ്പൊ നമ്മൾ ബീറ്റ ലാക്ടമേസിന് എതിരെ പ്രതികരിക്കേണ്ട, ഇത് പെനിസിലിൻസ് അല്ല, ബീറ്റ ലാക്ട സോറി, ചെറിയൊരു ടെക്നിക്കൽ ഫിക്സ് ഉണ്ട്. ഇപ്പൊ കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? കാണുന്നു സാർ. ഞാൻ എഴുതുന്നത് കാണുന്നുണ്ടോ? സ്റ്റെക്ക് ആണോ? എഴുതുന്നില്ലല്ലോ. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നില്ല അല്ലെ? ഓക്കെ, സോറി. ഇപ്പൊ കാണുന്നുണ്ടോ? Yes, sir.
നമുക്ക് ഇപ്പൊ പഠിക്കാൻ പോണ ഡ്രഗ്സിന്റെ പേരാണ് ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ്. എല്ലാ പെനിസിലിനും ബീറ്റ ലാക്ടമേസിന് എതിരെ കടക്കാനുള്ള കഴിവില്ല. പക്ഷെ നമ്മൾ പെനിസിലിൻസ് അല്ലാണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡ്രഗ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ബീറ്റ ലാക്ടമേസിനെ കൊല്ലാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇതിനുള്ളത് നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പൊ അമോക്സിക്ലാവ് എന്ന് കേട്ടിട്ടില്ലേ? അമോക്സിക്ലാവ്. ഇതിന്റെ ക്ലാവ് എന്ന് പറയുന്നത് എന്താണ്? ക്ലാവുലാനിക് ആസിഡ്. ക്ലാവുലാനിക് ആസിഡ്. ക്ലാവുലാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പെനിസിലിൻ അല്ല, അമോക്സിലിൻ പെനിസിലിൻ ആണ്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ക്ലാവുലാനിക് ആസിഡ് കൊടുക്കുന്നു. ക്ലാവുലാനിക് ആസിഡ് എന്ത് ചെയ്യുന്നു? അമോക്സിലിന് ബീറ്റ ലാക്സമേറ്റ് ഇൻഹിബിറ്ററിന്റെ കഴിവും കൂടി കൊടുക്കുന്നു. ക്ലിയർ ആണോ? പിന്നെ നമ്മൾ പിപ്റ്റാസ് പഠിച്ചിട്ടില്ലേ? ഇപ്പൊ പിപ്പറാസിലിൻ എന്ന് പഠിച്ച സാധനം എന്താണ്? പിപ്പറാസിലിൻ എന്തായിരുന്നു? പിപ്പറാസിൽ യൂറിഡിയോ പെനിസിലിൻ ആയിരുന്നു. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ടാസോബാക്ടം കൊടുക്കുന്നു. ഈ ടാസോബാക്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഒരു ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യും? പിപ്പറാസിലിന് ബീറ്റ ലാക്ടമേസിന് തടുക്കാൻ കഴിവില്ല, പക്ഷെ ടാസോബാക്ടം കൂടി കൊടുക്കുമ്പോൾ അതിന് ബീറ്റ ലാക്ടമേസിന് തടുക്കാനുള്ള കഴിവ് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ പിപ്റ്റാസ് പഠിച്ചു. രണ്ടെണ്ണത്തിന്റെ പേര് ക്ലാവുലാനിക് ആസിഡ്, ടാസോബാക്ടം. ഓക്കെ, പിന്നെ ഉള്ളൊരു സംഭവമാണ് സൽബാക്ടം. ഒരെണ്ണം ഉണ്ട്, ടാസോബാക്ടം ഉണ്ട്, സൽബാക്ടം ഉണ്ട്. കേട്ടോ? അപ്പൊ 3 എണ്ണമാണ് നമുക്ക് ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ. ഒന്ന് ക്ലാവുലാനിക് ആസിഡ്, രണ്ടാമത്തെ ടാസോബാക്ടം, പിന്നെ അത് വരുന്നത് സൽബാക്ടം. ഇതൊക്കെ സാധാരണ പെൻസിലിന്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും? ഇത് പ്രതികരിക്കാനുള്ള കഴിവ് കിട്ടും. ഓക്കെ, ഈ പെൻസിലിന്റെ സൈഡ് എഫക്ട്സ് എന്താണ്? പെൻസിലിൻ കുറെ ടൈപ്പ് ഇൻഫെക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? എന്തൊക്കെയാണ്? റൊമാറ്റിക് ഫീവറിൽ യൂസ് ചെയ്യാം. റൊമാറ്റിക് ഫീവർ കോംപ്ലിക്കേറ്റഡ് ഡിസീസ് അല്ലേ? അതായത് എൻഡോകാർഡൈറ്റിസ്, ഹാർട്ടിന്റെ ഇൻഫെക്ഷൻ, എൻഡോകാർഡൈറ്റിസിന് യൂസ് ചെയ്യാം. സിഫിലിസിൽ യൂസ് ചെയ്യാം. സിഫിലിസിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്? ഇറ്റ് ഈസ് പെനിസിലിൻ ജി ആണ് കേട്ടോ. പെനിസിലിൻ ജി ആണ്. പെനിസിലിൻ ജി ആണ് കൊടുക്കുന്നത്. പെനിസിലിൻ ജി കൊടുക്കുമ്പോൾ പെനിസിലിൻ ജി ആണ് സിഫിലിസിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ്. പെനിസിലിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ടൈഫോയിഡിന് കൊടുക്കാം, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ കൊടുക്കാം, എച്ച് പൈലോറിക്ക് കൊടുക്കാം, കുറെ ഇൻഫെക്ഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്താണ്? പെൻസിലിന്റെ സൈഡ് എഫക്ട്, മെയിൻ സൈഡ് എഫക്ട് എന്താണ്? ഒന്ന് പറയാമോ പെൻസിലിന്റെ സൈഡ് എഫക്ട് എന്താണെന്ന്? അരിത്മിയ അത്രയും ചാൻസ് ഇല്ല, പക്ഷെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ അല്ലേ ഏറ്റവും നമ്മൾ പേടിക്കുന്നത് അല്ലേ? ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അലർജി അല്ലേ? അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സംഭവം. അതുകൊണ്ടാണ് നമ്മൾ പെൻസിലിൻ കൊടുക്കുന്നതിനെക്കാട്ടും മുന്നേ എപ്പോഴും ടെസ്റ്റ് ഡോസ് കൊടുക്കുന്നത്. ടെസ്റ്റ് ഡോസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? 0.1 ml ID ഇൻട്രാഡെർമൽ ആയിട്ട് കൊടുക്കണം. എന്നിട്ട് ഇൻഡുറേഷൻ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. എപ്പോഴും പെൻസിലിൻ കൊടുക്കുമ്പോൾ ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ടെസ്റ്റ് ഡോസ് കൊടുക്കാണ്ട് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇക്വാലൻ ടു എ ക്രൈം. ഓക്കെ, അപ്പൊ അത്രയും ഒരു ചാൻസ് ആണ് അലർജി വരാനായിട്ട്. അപ്പൊ നമ്മൾ പെൻസിലിന് ഒരു അലർജി ഉണ്ടെങ്കിൽ, ഒരു പേഷ്യന്റിന് പെൻസിലിന് അലർജി ഉണ്ട്, ആ പേഷ്യന്റിന് സെഫലോസ്പോറിൻസ് കൊടുക്കാൻ പറ്റും? സെഫലോസ്പോറിൻസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പെൻസിലിന്റെ ഉള്ളിൽ എന്താണ്? ബീറ്റാ ലാക്ടം. സെഫലോസ്പോറിൻസിന്റെ ഉള്ളിലും ബീറ്റാ ലാക്ടം തന്നെയാണ് ഉള്ളത്. സെൽ വാളിന് തന്നെയാണ് ഇൻഹിബിറ്റ്. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്രോസ് റിയാക്ടിവിറ്റി എന്നുള്ളത്. കേട്ടോ? ക്രോസ് റിയാക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ആംബസിലിന്റെ അമോക്സിസിലിന്റെ വ്യത്യാസം എന്ന് പറയാമോ? ഇതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ആംബസിലിന്റെയും അമോക്സിസിലിന്റെയും ആംബിസിലിന്റെയും തമ്മിലുള്ള വ്യത്യാസം പറയാമോ? രണ്ടും ഓറലി കൊടുക്കുന്ന പെൻസിലിനാണ്, രണ്ടും അമിനോ പെൻസിലിൻസ് ആണ്. പക്ഷെ ആംബിസിലിൻ കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ അബ്ഡമിനിൽ നിന്ന്, അത് വയറിൽ നിന്ന് ഇൻകംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്തു. അപ്പോൾ കുറച്ചൊക്കെ വയറിന്റെ ഉള്ളിൽ നിന്ന് നിൽക്കും. വയറിന്റെ ഉള്ളിൽ, ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിന്
ഡയറിയ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഡയറിയ ഇസ് വെരി കോമൺ വിത്ത് ആംബിസിലിൻ. പക്ഷെ അമോക്സിലിൻ അത്ര പ്രശ്നമില്ല. ഇൻഡസ്ട്രിയൽ ഫ്ലോറ ഓൾട്ടർ ആവില്ല, ഡയറിയ ഉണ്ടാവില്ല. പക്ഷെ ആംബിസിലിന് ഡയറിയ ഉണ്ടാവും, അമോക്സിലിന് ഡയറിയ ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഇതൊരു എൻസൈം ഇൻഡ്യൂസർ ആണ്. ആംബിസിലിൻ എന്ന് പറഞ്ഞാൽ അതൊരു എൻസൈം ഇൻഡ്യൂസർ ആണ്. എൻസൈം ഇൻഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡ്രഗ്സിന്റെ മെറ്റബോളിസം കൂട്ടും. അപ്പൊ നമ്മൾ ആംബിസിലിന്റെ കൂടെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ടുള്ള പിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എഫക്റ്റ് കുറയും. കാരണം ഇതൊരു എൻസൈം ഇൻഡ്യൂസർ ആണ്. എൻസൈം ഇൻഡ്യൂസർ ആണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡ്രഗ്സ് പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് ഇല്ലാണ്ടായി പോകും. അപ്പൊ അതാണ് OCP. ഇപ്പോ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഡ്രഗ്സ് അല്ലെങ്കിൽ ഡിസോക്സിൻ, നമ്മൾ വളരെ തെറാപ്യൂട്ടിക് ഡോസ് വേണ്ട ഡ്രഗ്സ് കൊടുക്കുമ്പോൾ അതിന്റെ ഡോസ് കുറഞ്ഞു പോകും, അതിന് ഫെയിലിയർ ഉണ്ടാവും. OCP ഫെയിലിയർ ഉണ്ടായെങ്കിൽ പ്രഗ്നൻസി വരും. അപ്പൊ നമ്മൾ OCP ഒക്കെ എടുക്കുന്ന പേഷ്യൻസിന്റെ അടുത്ത് ആംബിസിലിൻ കൊടുക്കാണ്ടിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് അവർക്ക് അഡ്വൈസ് ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രശ്നങ്ങളൊന്നും അമോക്സിസിലിന് ഇല്ല കേട്ടോ. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അമോക്സിസിലിന് ഇല്ല. ക്ലിയർ ആണോ? Yes. ഓക്കെ. അപ്പോ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും മനസ്സിലായി. ബാക്കിയുള്ള ആന്റിബയോട്ടിക്സ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യാം. Sir, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സാർ ഈ ആന്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റിയുടെ അവെയർ എന്ന് പറഞ്ഞ സിനോണിമം അതിന്റെ എക്സ്പാൻഷൻ ഒന്നും കൂടി ഒന്ന് പറയാമോ? ആന്റിമൈക്രോബിയൽ സ്റ്റുവർഡ്ഷിപ്പ് പ്രോഗ്രാം ആണോ ഉദ്ദേശിച്ചത്? അസസ് വാച്ച് അവൈലബിൾ പിന്നെ ബാക്കി ഓക്കെ. അവെയർ ക്ലാസിഫിക്കേഷൻ. അതെ അവെയർ, AWARE, aware. A stands for access, W stands for watch, RE stands for reserve. ആക്സസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കണം. വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കും. റിസർവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള ഡ്രഗ്സ് ആണ്. ഹൈലി റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സിവിയർ ഇൻഫെക്ഷൻസ് റിട്ടേൺ യൂസ് ചെയ്യുന്ന ഡ്രഗ്. ഇതിന്റെ ലിസ്റ്റ് വേണമെങ്കിൽ നമ്മളിപ്പോ ഗൂഗിളിൽ ഒന്ന് അടിച്ചു കൊടുക്കണമെങ്കിൽ ഏതൊക്കെ ആന്റിബയോട്ടിക് ആണ് ആക്സസ് ലിസ്റ്റിലുള്ള, വാച്ച് ലിസ്റ്റിലുള്ള, റിസർവ് ലിസ്റ്റിലുള്ള നമുക്ക് കിട്ടും കേട്ടോ. താങ്ക് യു സാർ. അത് അവെയറില് അസസ് വാച്ച് എന്നപ്പോ WA ഒരുമിച്ചാണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു. അതാ ഇപ്പൊ ക്ലിയർ ആയി. താങ്ക് യു. ഓക്കെ. നമുക്ക് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാം. ബാക്കി Thank അടുത്ത you, sir. ആന്റിബയോട്ടിക്സ് താങ്ക് യു സർ. എന്താണ്? Thank you very much, sir. ഓക്കെ. Thank you, sir. Thank you. Thank you, sir. Thank you.